ഒന്നാമത്തെ കുറിപ്പ് ആരാണ് നാശത്തിലേക്ക് പോകുക എന്ന് നാം അറിയണം. പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം തരുന്നു, അതിനുശേഷം പുതിയ നിയമത്തിൽ നിന്ന് മറ്റൊരു വാക്യം തരാം. നാശത്തിലേക്ക് പോകുന്നവർ നിരവധി പേരാണ്. അതിന് പ്രധാനമായും വിഷയം അതിൻ്റെ ക്രമീകരണത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി പഴയ നിയമത്തിൽ ഒരൊറ്റ വാക്യം, പുതിയ നിയമത്തിൽ മറ്റൊരു വാക്യം കൂടെ തരുമ്പോൾ നാശത്തിലേക്ക് പോകുന്നത് ആരാണ് എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കുറിപ്പ് അറിയണം, ഒന്നാമത്തെ വാക്യം അറിയണം. വാക്യങ്ങളെല്ലാം വായിപ്പിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ വാക്യങ്ങളെ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ്. ഞാനും അല്പം ധൃതിയിലാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ വേഗം എനിക്ക് അനുവദിച്ച സമയപരിധിക്കകത്ത് ഈ സന്ദേശത്തെ പൂരിപ്പിക്കാനുള്ള ആ ഒരു ധൃതിയിൽ വാക്യങ്ങളെ ഞാൻ തന്നെ പറഞ്ഞു വിടാം. വായിക്കാൻ മിടുമിടുക്കന്മാരും മിടുമിടുക്കുകളും അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയുന്ന വാക്യത്തെ നിങ്ങളൊന്ന് ഓർത്തുകൊള്ളണം. ഒന്നാമത്തെ നാശത്തിലേക്ക് പോകുന്നവരെ പരിചയപ്പെടുത്തുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഹോശേയ പ്രവചനം അതിൻ്റെ 4-ാം അധ്യായം 6-ാമത് വാക്യമാണ്. ഹോശേയ പ്രവചനം 4-ാം അധ്യായം 6-ാമത് വാക്യം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഒരു വാക്യമൊക്കെ കേൾക്കുമ്പോൾ ഒരു സ്വോത്രം പറയുന്നത് ഒരു നല്ല ആത്മീയതയുടെ ലക്ഷണമാണ്. സ്വോത്രം പറഞ്ഞാട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വോത്രം വരുത്തുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു ദോഷം. അല്ലെങ്കിൽ പിന്നെ സ്വോത്രം പറയണമെങ്കിൽ ഏലിയാവും ദാവീദും ഗോല്യാത്തും ഒരു അസ്ഥിക്കഷണവുമായി ശിംശോനും ഒക്കെ നമ്മുടെ ഇടയിലൂടെ ഇറങ്ങിയെങ്കിൽ നമുക്ക് സ്വോത്രമൊക്കെ വരത്തുള്ളൂ. ഇങ്ങനെ കേട്ട് പറഞ്ഞ് നമ്മളങ്ങ് ശീലിച്ചു പോയതുകൊണ്ട് തിരുവഴുത്തിൽ ഒരു വാക്യമൊക്കെ കേൾക്കുമ്പോൾ ഒരു സ്വോത്രമൊക്കെ അകത്തുനിന്ന് വരണം. സ്തോത്രം. പരിജ്ഞാനമില്ലായ്കയാൽ എന്തോ ചെയ്യുന്നെന്നാ ജനം നശിച്ചു പോകും. അതിനെന്തിനാ ഉദ്ദേശിച്ച് സ്വോത്രം പറയുന്നതെന്നാ? ചിലരുടെ മോഹം എന്നെ ഇങ്ങനെ വല്ലാതെ സമ്മതിക്കുന്ന പോലെ തോന്നുന്നു. നശിച്ചു പോകുന്നതിന് സ്വോത്രം പറയണോ? സ്വോത്രം പറയണമെന്ന് പറഞ്ഞ് എന്തിനാണെന്നറിയോ? നമ്മൾ നശിച്ചു പോകാതെ രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ ആവശ്യത്തിന് പരിജ്ഞാനം ദൈവം നമുക്ക് തന്നതുകൊണ്ടാണ് നശിച്ചു പോകാതിരുന്നത്. അല്ലെ നമ്മൾ നാശക്കുഴിയിലേക്ക് വീണു പോകുമായിരുന്നു. അപ്പോൾ ഈ വാക്യത്തെയാണ് ഞാൻ ഇനി വിശദീകരിക്കാനായിട്ട് പോകുക. ഹോശേയ പ്രവചനം 4-ാം അധ്യായം 6-ാമത് വാക്യത്തിൽ പറയുന്നു, പരിജ്ഞാനമില്ലായ്കയാൽ. എന്താണ് പരിജ്ഞാനമെന്ന് പറയുക? പരിജ്ഞാനത്തിന് പ്രായോഗിക ജ്ഞാനമെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ പരിജ്ഞാനമെന്ന് പറയുന്നതിന് ഞാൻ കൊടുക്കുന്നൊരു സ്വതന്ത്ര വ്യാഖ്യാനം, പരമനായവനിൽ നിന്ന് ലഭിക്കപ്പെടുന്നതാണ് പരിജ്ഞാനം. പരമമായ ജ്ഞാനമാണ് പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന ജ്ഞാനമാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. പുസ്തകങ്ങളുടെ വായനക്കാരനായി നിന്നുകൊണ്ട് ലൈബ്രറിയുടെ അകത്തളങ്ങളിൽ തപസ്സനുഷ്ഠിച്ച മനുഷ്യൻ പുറത്തു വരുമ്പോൾ ഭയങ്കര വിജ്ഞാനിയായിട്ട് പുറത്തു വരാം. അനേക പണ്ഡിതന്മാരോടൊപ്പം സഹവസിച്ച ആളുകൾക്ക് ജ്ഞാനം കൂടുതലുണ്ടായി എന്ന് വന്നേക്കാം. അനുഭവജ്ഞാനമുള്ള നിരവധി ആളുകളുണ്ട്. ബിരുദവും ബിരുദാനന്തരങ്ങളും സമ്പാദിച്ചിട്ടുള്ള ആളുകൾക്ക് ജ്ഞാനമില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ നിന്നെല്ലാം മികച്ച ഒന്ന് അത്യുന്നതനായ ദൈവം നൽകുന്ന ജ്ഞാനമാണ്. അതിനെ പരിജ്ഞാനമെന്ന് പറയും. ആ പരിജ്ഞാനം ഒരുവൻ വേണ്ടും പോലെ പ്രാപിച്ചില്ലെങ്കിൽ അവൻ നാശത്തിലേക്ക് നിപതിക്കുമെന്നാണ് ഹോശേയാവെന്ന പ്രവാചകൻ. നെഞ്ചുറപ്പുള്ള പ്രവാചകനാണ്. വിഗ്രഹാരാധനയ്ക്കെതിരെ, അന്യദൈവാരാധനയ്ക്കെതിരെ, ദൈവമല്ലാത്തതിനെ പ്രണയിക്കുന്ന യാഗയോഗ കർമ്മകാണ്ഡം കൊണ്ട് പ്രസാദിപ്പിക്കുവാൻ ഉദ്ദിഷ്ടകാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടി അരുതരുതാത്തതിൻ്റെ പിന്നാലെ കൂടുന്ന ജനത്തെ ഒരു ദാക്ഷിണ്യമില്ലാതെ അവർക്കെതിരെ ആത്മീകമായ ആലോചന കൊടുക്കുവാൻ ശക്തമായി നിലകൊള്ളുന്നൊരു പ്രവാചകൻ. അതാണ് ഹോശേയ പ്രവാചകൻ. വടക്കേ രാഷ്ട്രമായിരിക്കുന്ന ഇസ്രായേലിനോട് അവരുടെ ആത്മീക മൂല്യച്യുതിയെ തുറന്നു പറയുവാൻ നെഞ്ചുറപ്പ് കാട്ടിയൊരു പ്രവാചകൻ. അതാണ് ഹോശേയാവ്. ആ ഹോശേയാവ് പറഞ്ഞു വരുമ്പോൾ പറയുന്നു, ദൈവം നൽകുന്ന ജ്ഞാനമായ പരിജ്ഞാനം പ്രാപിക്കായികയാൽ മനുഷ്യൻ നാശത്തിലേക്ക് പോകുന്നു. മനുഷ്യനറിയാം എന്തെല്ലാം കാര്യങ്ങൾ അവനറിയാം, പക്ഷെ പരിജ്ഞാനം മാത്രമില്ല. അതുകൊണ്ടാണ് നാശത്തിലേക്ക് പോകുക. അങ്ങനെയാണെങ്കിൽ നശിച്ചു പോകാതിരിക്കാൻ നാം പ്രാപിക്കേണ്ട പരിജ്ഞാനങ്ങൾ ഏതാണെന്ന് ഇനി ഞാൻ വിശദീകരിക്കുക. എല്ലാവരും അത് കേട്ടുകൊള്ളണം. പരിജ്ഞാനം ഏതൊക്കെയാണ്? നാശത്തിലേക്ക് പോകാതെ നമ്മെ സംരക്ഷിക്കുന്ന പരിജ്ഞാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. 1, 2, 3, 4 പരിജ്ഞാനങ്ങളെ ഞാൻ വെളിപ്പെടുത്താം. ഇഷ്ടം പോലെയുണ്ട്. സമയത്തിൻ്റെ ലഭ്യതയ്ക്കനുസൃതമായി ചിലത് പഠനാർഹമായ നിലയിൽ അങ്ങോട്ട് പറയാം. പറവങ്കാരൊക്കെ പ്രബുദ്ധ മനസ്സുള്ളവർ എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിലെ വാക്യങ്ങളുമായിട്ട് കോർത്തിണക്കിക്കൊണ്ട് എൻ്റെ ആശയത്തെ വിശകലനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒരുവൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് പ്രാപിക്കേണ്ട പരിജ്ഞാനം കമ്പ്യൂട്ടർ പരിജ്ഞാനമല്ല, വൈദ്യശാസ്ത്രമല്ല, മറ്റേതെങ്കിലും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമല്ല, അതിനേക്കാളെല്ലാം സാങ്കേതികമായ ഏതെങ്കിലുമൊക്കെ അറിവുകളെയല്ല. നശിച്ചു പോകാതിരിക്കേണ്ടതിന് പ്രാപിക്കേണ്ട പരിജ്ഞാനം, ആത്മനഷ്ടം സംഭവിക്കാതിരിക്കേണ്ടതിന്, മരണാനന്തരം നിത്യദണ്ഡനത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന്, മരണത്തിനപ്പുറം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥാപിതമായിരിക്കുന്ന നിത്യസന്തോഷത്തിലേക്ക്, നിത്യസൗഭാഗ്യത്തിലേക്ക് മാറേണ്ടതിന് അറിയേണ്ട പരിജ്ഞാനം 1 സത്യദൈവ പരിജ്ഞാനമാണ്. കുറിക്കുന്നവർ കുറിച്ചുകൊള്ളണം. സത്യദൈവ പരിജ്ഞാനം, അതായത് പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. അങ്ങനെ പറയുന്നൊരു വാക്യമുണ്ട്, അറിയാമോ? എഫെസ്യ ലേഖനം 1-ാം അധ്യായം
അതിൻ്റെ 17-ാമത് വാക്യം. എഫെസ്യ ലേഖനം 1:17 പറയുന്നു, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. കണ്ടോ, പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ പ്രാപിക്കേണ്ടതിന്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ പ്രാപിക്കണം. എഫെസ്യ ലേഖനം 1:17. എല്ലാവരോടും ഞാൻ തുറന്നു പറയുന്നു, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമല്ല, പിതാവാം ദൈവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തിൽ അനുഗ്രഹീതമായ ആളത്വമായ ഗോഡ് ദ ഫാദർ, അതാണ് പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ കാൽവറിയിലേക്ക് നൽകി തന്ന പിതാവായ ദൈവം, ആ ദൈവമാണ് സത്യദൈവം, ആ ദൈവമാണ് ഏക സത്യദൈവം, ആ ദൈവമാണ് സർവശക്തൻ, ആ ദൈവമാണ് സർവജ്ഞാനി, സർവവ്യാപി, സർവാധികാരി, നിത്യൻ, മാറ്റമില്ലാത്തവൻ, അത്യുന്നതൻ, സൽഗുണസമ്പൂർണൻ, പരമകാരുണീകൻ, മഹോന്നതൻ, മഹത്വ സിംഹാസനസ്ഥനായവൻ. മനസ്സിലായോ? ശക്തിയും ബലവും മഹത്വവും തേജസ്സും ഓജസ്സും മഹിമയും എല്ലാം ആ ദൈവത്തിൻ്റെ കയ്യിലാണുള്ളത്. സകലത്തെയും വലുതാക്കുന്നത്, നിയന്ത്രിക്കുന്നത്, നിയോഗിക്കുന്നത്, പരിപാലിക്കുന്നത്, പരിരക്ഷിക്കുന്നത് ആ മഹാദൈവമാണ്. നമ്മുടെ തലയ്ക്കുമീതെ നീലാകാശത്തിലുള്ള ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ കോടാനുകൂടികളുണ്ട്. അതിനെയെല്ലാം അതതിൻ്റെ ഭ്രമണപഥത്തിൽ തമ്മിത്തട്ടി തകർന്ന് തരിപ്പണമായി പോകാതെ അതതിൻ്റെ ഭ്രമണപഥത്തിൽ നിയന്ത്രിക്കുന്ന ഒരു പരാശക്തി, ഒരു ജഗം നിയന്താവ്, അതാണ് ഏക സത്യദൈവം. സ്വതന്ത്രം പറയാൻ പറ്റുമോ? ആന മുതൽ അമീബ വരെയുള്ള കരജീവികൾ കഥതിൻ്റെ ആഹാരം കൃത്യമായി വിളമ്പിക്കൊടുക്കുന്ന മഹാദൈവം. മനസ്സിലായില്ലേ? സകല ജലജന്തുക്കൾക്കും ജീവജന്തുക്കൾക്കും അതതിൻ്റെ ആഹാരത്തെ പ്രദാനം ചെയ്യുന്നവൻ, എല്ലാറ്റിനും ജീവിക്കുവാൻ അതതിൻ്റെ ആവാസ വ്യവസ്ഥിതിയെ പ്രകൃതിയിൽ ക്രമീകരിക്കുന്നവൻ, ഇതിനെയെല്ലാം അടക്കി വാഴുവാൻ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ മൂക്കിലൂടെ കയറിയിറങ്ങുന്ന പ്രാണവായുവിനെ നിയന്ത്രിക്കുന്നവൻ. കണ്ടോ, നമ്മൾ ഇന്ന് ഈ കസേരയിൽ, ചുവന്ന കസേരയിൽ സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരിക്കണോ, അതോ നാളെ വെള്ള പുതച്ച് കാഴ്ച വസ്തുവായി കിടക്കണോ എന്നൊക്കെ അവസാന വാക്ക് പറയാൻ കരുത്തുള്ള ഒരേ ഒരുവൻ, അതാണ് ഏക സത്യ ദൈവമെന്ന് പറയുന്നത്. ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ആഴിയൂടി ബ്രഹ്മാണ്ടത്തെ മുഴുവനും ഉണ്ടാക്കി അതിനെ എല്ലാം ക്രമീകരിച്ച് നിർത്തുന്ന പരാശക്തി, അതാണ് ഏക സത്യദൈവം. ഇനി കേട്ടോണം, വ്യക്തമായി കേട്ടോണം. ആരുടെയും വിശ്വാസത്തെ ധ്വംസനം ചെയ്യുകയല്ല, ആരുടെയും വിശ്വാസ പ്രമാണത്തെ ഇകഴ്ത്തുകയല്ല. വേദപുസ്തകത്തെ ചങ്കോടടുപ്പിച്ച് നിർത്തിക്കൊണ്ട് വെച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ തുറന്നു പറയുക. ശ്രദ്ധിക്കണം, ഈ ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല, ഈ ദൈവം സ്വയം ഉണ്ടായതല്ല, ഈ ദൈവം ഉള്ളവനായ ദൈവമാണ്. അതാണ് ഞങ്ങൾക്ക് ഉറക്കെ പറയാനുള്ളത്. ഏതെങ്കിലും മനുഷ്യന്റെ ശില്പചാതുര്യത കൊണ്ടവൻ തച്ചിന് കുത്തി ഇരുന്നിടിച്ച് പൊടിച്ച് കുഴച്ച് പരുവമാക്കി ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടാക്കിയതല്ല. ഈ ദൈവം കാലഘട്ടത്തിന്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായി വന്നതുമല്ല. ഈ ദൈവം ഉള്ളവനായ ദൈവമാണ്. ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ഉണ്മയാണ്. ആരംഭമില്ല, അവസാനമില്ല. കണ്ടോ, തുടക്കമില്ല, ഒടുക്കമില്ല. കണ്ടോ, ജനനമില്ല, മരണമില്ല, ജയന്തിയില്ല, സമാധിയില്ല. ഇതിനെല്ലാം അതീതമായി വർത്തിക്കുന്ന പരാശക്തിക്കാണ് വേദപുസ്തകം അത്യുന്നതനായ ദൈവം എന്ന് പറയുന്നത്. ആ ദൈവമാ നമ്മുടെ ജീവന്റെ നായകൻ. ആ ദൈവത്തെ അറിഞ്ഞ പരിജ്ഞാനമുള്ള പ്രിയപ്പെട്ടവരെ കരമടിച്ച് ആ ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ദൂതന്മാർ ആരാധിക്കുന്ന ആ മഹാദൈവം, ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കാതെ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് ഒഴുകുന്ന പുഴയും വീശിയടിക്കുന്ന കാറ്റിനെയും പടർന്നു കത്തുന്ന തീജ്വാലയും ദൈവമാണെന്ന് കണ്ടാൽ, കാട്ടുമൃഗങ്ങളെയും നാട്ടുമൃഗങ്ങളെയും പറവകളെയും പ്രാണികളെയും ദൈവമാണെന്ന് കണ്ടാൽ, എന്തെങ്കിലും കഴിച്ച് വയറ്റി പിടിക്കാതിരുന്നാൽ ചേമ്പന്താൾ വാടുന്ന പോലെ വാടിപ്പോകുന്ന ആണിനെയും പെണ്ണിനെയും ദൈവമാണെന്ന് കണ്ടാൽ നാശത്തിലേക്കുള്ള പോക്കാണെന്നാണ് ഞങ്ങൾക്ക് ഉറക്കെ പറയാനുള്ളത്. ദൈവം അതൊന്നുമല്ല. ദൈവം ഈ പാരിനെ പരിപാലിക്കുന്നവനാണ്. അപ്പോൾ ഈ പരിജ്ഞാനമില്ലെങ്കിൽ നാശത്തിലേക്ക് പോകും. മറന്നു പോകരുത്. ഒന്നാമത് നാം പ്രാപിക്കേണ്ട പരിജ്ഞാനം സത്യദൈവ പരിജ്ഞാനമാണ്. ഈ ദൈവത്തിന് ഏക സത്യദൈവം എന്ന് പേര് കൊടുക്കുന്നുണ്ട്. അറിയാമോ? ഏക സത്യദൈവം എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമെന്നല്ല, ഏക സത്യദൈവം. ആ വാക്യം മറന്നു പോകരുത്. യോഹന്നാൻ 17:3 ഏക സത്യദൈവം. മനസ്സിലാകുന്നുണ്ട്? ഏക സത്യദൈവം എന്നൊക്കെ കേട്ടിട്ടൊരു സ്തോത്രം പറയുന്നില്ലല്ലോ. പറവങ്കാര് പിണങ്ങിയിരിക്കുകയാണോ? ഏകസത്യദൈവം എന്നുള്ള വാക്യം അറിയാമോ? യോഹന്നാൻ 17:3 ഏകസത്യദൈവം. ആവർത്തനം 7:9 യഹോവയോ സത്യദൈവം. യിരെമ്യാവ് 10:10 ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കാത്ത ദേവന്മാർ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകും. യഹോവയോ സത്യദൈവം.
യഹോവ എന്ന മഹാദൈവം ഉണ്ടാക്കി ആകാശത്തിലും ഭൂമിയിലും കയറി നിന്നുകൊണ്ട് ഞാനും ദൈവമാണെന്ന് പറയുന്ന സകല സംഗതികളും മുടിഞ്ഞു പോകും. എബി എബ്രഹാം അല്ല പറയുന്നത്, അനീഷ് വാസ് അല്ല പറയുന്നത്, ഞങ്ങളുടെ സെൻട്രൽ മിനിസ്റ്റർ അല്ല പറയുന്നത്, അത്യുന്നതനായ ദൈവത്തിന്റെ സനാതന വചനമാണ് പറയുന്നത്. ദൈവം സകലത്തെയും ഉണ്ടാക്കിയ ദൈവമാണ്. ആ ദൈവത്തെ യിരെമ്യാ 10:10 പറയുന്നു, ഏകസത്യ ദൈവമാണ്. ഇനി കേൾക്കണോ? ദൈവത്തെ സത്യദൈവം എന്ന് പറയുന്ന മറ്റൊരു വാക്യമാണ് 1 തെസ്സലോനിക്ക ലേഖനം 1:9 വാക്യം. അവർ വിഗ്രഹങ്ങളെ വിട്ട് സത്യദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വന്നു എന്ന് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 1:9. ഇനി വേണോ വാക്യം? 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നിങ്ങൾക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. കണ്ടോ? അപ്പൊ സത്യദൈവത്തെ അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് യേശുവിന്റെ അവതാരം എന്ന് പറയും. അപ്പൊ നമ്മൾ ഒന്നാമത് പ്രാപിക്കേണ്ട പരിജ്ഞാനം ആരുടെ കുറിച്ചാന്ന് പ്ലീസ് പറഞ്ഞേ. ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് ഒന്നാമത്തെ കുറിപ്പിന് വിരാമം. രണ്ടാമത്തേത് നശിച്ചു പോകാതിരിക്കുന്ന പ്രാപിക്കേണ്ട പരിജ്ഞാനം ഏതാണെന്നറിയാമോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8-ാമത് വാക്യം. ക്രിസ്തു പരിജ്ഞാനം. ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. 3:8 വാക്യം ഞാൻ തീർത്തൊന്ന് പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം, കുറിച്ചോണം. 3:8 ഫിലിപ്പിയ ലേഖനം. അത്രയും അല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കർത്താവായ പൗലോസ് മാത്രമേ ഈ എൻ്റെ എന്നുള്ള പദം കൂടുതൽ ഉപയോഗിക്കുന്നുള്ളൂ. അറിയാമോ? എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ സുവിശേഷം, എൻ്റെ പ്രാണപ്രിയൻ, എൻ്റെ പ്രിയരെ, എൻ്റെ വാഞ്ചിതരെ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആരാധന എന്നൊക്കെ പറയുന്നത് ആ എൻ്റെ എന്നുള്ള പദത്തിന് പൗലോസിന് ഭയങ്കര പ്രിയമാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? 3:8 എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ഛേദമെന്നെണ്ണുന്നു. സ്വോത്രം. ആ വാക്യത്തിനായിട്ട് സ്വോത്രം പറഞ്ഞേ പറ്റുള്ളൂ. സകലതും ഛേദമെന്നെണ്ണണമെങ്കിൽ ഛേദമെന്നേ ഉള്ളു അവിടെ, കേട്ടോ. ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു നടക്കരുത്. ചപ്പെന്നും ചവറെന്ന് വേണ്ടുന്ന അങ്ങനൊന്നും പുസ്തകത്തിലില്ലാത്തൊന്നും മൈക്കിനകത്തൂടെ അല്ലാതെ ഒന്നും വിളിച്ചു പറഞ്ഞു നടക്കരുത്. ഛേദമെന്നെണ്ണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ചപ്പ ആരാ ചേർത്തെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആരാണ്ട് പണ്ട് പറഞ്ഞു വിട്ടത് കേൾക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഛേദമെന്നെണ്ണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താഴോട്ട് പറയുമ്പോഴും ഛേദമെന്നെണ്ണുന്നു എന്നേ ഉള്ളൂ. ചപ്പെന്നൊന്നും ചവറെന്ന് പറയുന്നുണ്ട്, ചപ്പെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ വേദപുസ്തകത്തോട് നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഇടപാടുകളാണ്. ഓക്കെ, ഒരടിക്കുറിപ്പ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആ വാക്യം നോക്കിക്കേ. എൻ്റെ കർത്താവായി ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ കാസ്റ്റ് ഐഡന്റിറ്റിയാണ് പറയുക. കാസ്റ്റ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? ഞാൻ എബ്രാഹിമിൽ ജനിച്ച എബ്രാഹിനാണ്, 8-ാം നാൾ പരിച്ഛേദന ഏറ്റവനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനാണ്, ന്യായപ്രമാണം എൻ്റെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ 4 മുതൽ 7 വരെ പറഞ്ഞു. 4-ാം വാക്യത്തിൽ പറയുന്നത് ജഡത്തിൽ ആർക്കെങ്കിലും പ്രശംസിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് അതിനേക്കാളധികം പ്രശംസിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ക്രിസ്തു പരിജ്ഞാനം എൻ്റെ അകത്തേക്ക് കയറി വന്നപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ചുരുട്ടിയെടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഞാൻ ക്രിസ്തു പരിജ്ഞാനത്തിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലായി നിങ്ങൾക്ക്? ഈ ക്രിസ്തു പരിജ്ഞാനം അകത്തുള്ളവൻ അഹന്തയില്ല. മനസ്സിലായി? എൻ്റെ തറവ്, ഞാൻ ആരാണെന്നറിയാമോ, ഞാൻ ആരുടെ വകയെന്നറിയാമോ, ഞാൻ എവിടുന്ന് വന്നതാണെന്നറിയാമോ, എൻ്റെ തറവാട് ഏതാണെന്നറിയാമോ? സെൻറ് തോമസ് കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ വല്യപ്പച്ചനെ കൊടയും പിടിച്ച് പുറകെ നടന്നത്, അദ്ദേഹത്തെ മഴത്തുള്ളി വീഴ്ത്താതെ സംരക്ഷിച്ചത് എൻ്റെ അപ്പൂപ്പനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന നിരവധി ആളുകളുണ്ട്. ഈ ഊറ്റം കൊള്ളലൊക്കെ എന്തോ ഇല്ലാത്തത് കൊണ്ടാണെന്നറിയാമോ? ക്രിസ്തു പരിജ്ഞാനമില്ലാത്തത് കൊണ്ട്. ക്രിസ്തു പരിജ്ഞാനം ആകത്തുള്ളവൻ പറയുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ കൃപയത്രേ. അത് പറയാനുള്ള വെളിപ്പാട് എത്ര പേർക്കുണ്ട്? ചിലരുടെ ഭാവവും പടുതിയൊക്കെ കണ്ട എൻസൈക്ലോപീഡിയ സാരി ഉടുത്ത് വന്നിരിക്കുകയെന്ന് തോന്നുമ്പോൾ, എൻസൈക്ലോപീഡിയ മുണ്ട് ഉടുപ്പും ഫാൻസി ഷർട്ടും ഒക്കെ പൊതിഞ്ഞ് വന്നിരിക്കുകയാണെന്ന് തോന്നിപ്പോവും. ഒന്നുമില്ല, വെറുതെ പൊങ്ങച്ചം കാണിക്കുക. പൗലോസ് പറയുക, ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാ. അങ്ങനെ പറയാനുള്ള അങ്ങനെ താഴ്മയിലേക്ക്, വിധേയത്വത്തിലേക്ക്, വിനയത്തിലേക്ക്, എളിമയിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തു പരിജ്ഞാനം അകത്ത് കയറിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ക്രിസ്തു പരിജ്ഞാനം അകത്ത് കയറുന്നവൻ ആ താഴ്മയിലേക്ക് വന്നെങ്കിലേ പറ്റുകയുള്ളൂ. അല്ലാതെ വെറുതെ അകത്തൊന്നുമില്ലാത്ത പുള്ളിയുടെ ആ പൊണ്ണക്കാര്യം എത്ര ഭയങ്കരമായിരിക്കും എന്നറിയാമോ? വിട്ടേക്കുന്നു. അപ്പൊ ക്രിസ്തു പരിജ്ഞാനം പ്രാപിച്ചില്ലെങ്കിൽ നാശത്തിലേക്ക് പോകും. ഇന്ന് രാത്രി പിറവങ്കാർ കേട്ടോണം, കൂടി വന്നിട്ടുള്ള മുഴുവൻ ആളുകളും കേട്ടോണം. മാനവജാതിയുടെ വിമോചകനായിട്ട് പാർത്തലത്തിൽ അവതരിച്ച കർത്താവ് ഡിസംബർ 25-ാം തീയതി മഞ്ഞ് കൊള്ളുന്ന തണുപ്പ് സമയത്തൊന്നുമല്ല. ബൈബിളികമായി തെളിവില്ലാത്ത കാര്യത്തിന് നമ്മൾ അതിൻ്റെ പിന്നാലെയൊന്നും പോയിട്ട് കാര്യമില്ല. പിന്നെ കച്ചവടക്കാർക്ക് പുഷ്കര സമയമാണ്, ഇഷ്ടംപോലെ വിറ്റ് കാശാക്കാൻ പറ്റുന്ന
ഒരു കാര്യമെന്നുള്ളത് കൊണ്ട് ഡിസംബർ 25 ഡിസംബർ ആഴ്ച തന്നെ ക്രിസ്മസ് ആയിക്കോട്ടെ, നക്ഷത്ര വിളക്കും അതും ഇതും എല്ലാം കൂടെ. ഔഗസ്ത്യൂസ് കൈസറുടെ ഒരു വിളംബരമുണ്ടായിരുന്നു, എല്ലാവരും പേർ വഴി ചാർത്തുവാൻ അവരവരുടെ നാട്ടിൽ വരണം. ജനത്തിന് സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു മാസമാണ് ഡിസംബർ മാസം. ഒരു കാരണവശാലും അങ്ങനെ ഒരു വിളംബരം ഉണ്ടാകത്തില്ല. ബാബിലോണ്യ മതത്തിൻ്റെ ദുരാചാരങ്ങൾ ക്രൈസ്തവ സഭയ്ക്കകത്തേക്ക് ഇടിച്ച് മലവെള്ളപ്പാച്ചിൽ പോലെ കയറി വന്നപ്പോഴാണ് ഈസ്റ്ററും ക്രിസ്മസും എല്ലാം ക്രൈസ്തവ സഭ ഏറ്റെടുത്ത് നക്ഷത്രക്കാൽ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയത്, പടക്കം പൊട്ടിക്കാനും കേക്ക് മുറിക്കാനൊക്കെ തുടങ്ങിയത്. മനസ്സിലായല്ലോ? ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ ഇങ്ങനെ ഇടപാടേ ഇല്ലായിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ആചാരമാണ്. വേദപുസ്തകം അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. വേദപുസ്തകം മൗനമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വാചാലമായിട്ട് കാര്യമില്ല. ഔഗസ്ത്യൂസ് കൈസർ ജനമെല്ലാം അങ്ങുമിങ്ങും യാത്ര ചെയ്യുവാൻ പറ്റിയ ഒരു സമയത്ത് മാത്രമേ അങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിക്കാൻ ന്യായമുള്ളൂ. മാത്രമല്ല, ഇടയന്മാർ ആട്ടിൻകൂട്ടത്തെ കാത്തുകൊണ്ട് വെളിമ്പ്രദേശത്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഡിസംബറിൻ്റെ കൊടും ശൈത്യ സമയത്ത് ഒറ്റ ഇടയനും ആടിനെയും കൊണ്ട് വെളിമ്പ്രദേശത്ത് പോകത്തില്ല. അപ്പൊ സാഹചര്യങ്ങൾ സുവിശേഷ ഗ്രന്ഥങ്ങളുമായി ആഴത്തിൽ പരിശോധിച്ചാൽ ഡിസംബർ എന്ന് പറയുന്നത് മിശിഹായുടെ ജനനത്തിന്റെ ദിവസമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒറ്റപ്പെട്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്വോത്രം. ഓക്കെ. കേക്കൊക്കെ കഴിച്ചോ? കുഴപ്പമൊന്നുമില്ല. പോത്തും കേക്കും അതും എല്ലാം കൂടെ കഴിച്ച് ക്രിസ്മസ് കൊണ്ടങ്ങാടണം. സ്വോത്രം. ഈ ക്രിസ്മസിന് കൊണ്ടാടി നിൽക്കുന്ന പാപ്പച്ചാനും കറിയാച്ചാനും ഒക്കെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ആടി നിൽക്കും. എൻ്റെ അച്ഛാ, ക്രിസ്മസ് ആയിട്ട് കുടിക്കാതിരുന്നു കൂടായിരുന്നോ? ക്രിസ്മസിനെങ്കിലും കള്ളു കുടിക്കാതിരുന്നു കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ കറിയാച്ചാൻ എന്ന മൂത്ത ക്രിസ്ത്യാനിയുടെ തിയോളജി എന്താണെന്നറിയാമോ? എൻ്റെ പൊന്നു സഹോദര, കുടിക്കരുതെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ നിറവയറോടെ മറിയയും യോസഫും കൂടെ മുട്ടി ഓരോ വീട്ടിലും ചോദിച്ചു പ്രസവിക്കാനൊരിടം ഒരുത്തനും കൊടുത്തില്ലല്ലോ. ആ സങ്കടവും ദേഷ്യവും കൊണ്ട് ഞാനങ്ങ് കുടിച്ചു പോയതാണെന്നാണ് പറയുന്നത്. ആ വീട്ടുകാരെ വല്ലതും പുള്ളിയുടെ കൈ കിട്ടിയിരുന്നെങ്കിലല്ലോ ഇടിച്ച് പരിപ്പിളക്കി കളഞ്ഞേനെ. എൻ്റെ മിശിഹായിക്ക് ജനിക്കാൻ സ്ഥലം കൊടുക്കാത്ത നീ എന്നാത്തിനാണ് ആ വീടും കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട് ബോംബിട്ട് തകർത്തേനെ. അപ്പോൾ ക്രിസ്മസിന് പുള്ളി കുടിക്കുന്നത് ഈ വിഷമം കൊണ്ടാണ്. ഓക്കെ. ഇതേ പുള്ളിക്കാരനെ നമ്മൾ ഈസ്റ്ററിലൊന്നും കുടിച്ചിങ്ങനെ ആടി വീട്ടിലോട്ട് പോകാനുള്ള വഴി അറിയാതെ കുരുങ്ങി നിൽക്കുന്ന കാണാം. നമുക്ക് മാറ്റിത്തരത്ത് ചോദിക്കാം, അച്ഛാ ഈസ്റ്റർ അല്ലേ, മിശിഹാ അനുഭവിച്ച സകലത്യാഗങ്ങളുടെ ദിവസങ്ങളിലെങ്കിലും കുടിക്കാതിരുന്നു കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവർ അവൻ്റെ മുഖത്ത് തുപ്പി, മുഖത്ത് തല്ലി, പുറമടിച്ചുഴവുചാല് പോലെ കീറി ആ സങ്കടം ഓർത്തപ്പോൾ സഹിക്ക വയ്യാതെ കുടിച്ചു പോയതാണെന്നാണ് പറഞ്ഞു. ക്രിസ്മസ് ആയാലും കുടിക്കണം, സങ്കടമാണ്. ഈസ്റ്റർ ആയാലും കുടിക്കണം. കള്ളില്ലാതെ ക്രിസ്മസ് ഇല്ല, കള്ളില്ലാതെ ഈസ്റ്റർ ഇല്ല. പോത്തിനെ കണ്ടിക്കാതെ, താറാവിനെ കണ്ടിക്കാതെ, കോഴിയെ ചൂടാതെ ക്രിസ്മസ് ഇല്ലെന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിന് വിരുദ്ധമായ നടപടിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പറഞ്ഞത് അബദ്ധമാണെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയാൻ എനിക്ക് മനസ്സുമില്ല. കാരണം വേദവസം ഇല്ലെന്നേ. അങ്ങനെ വേദവസത്തിൽ തെളിവില്ലാത്ത കാര്യം ക്രിസ്ത്യാനി പൊക്കിക്കൊണ്ട് നടക്കാൻ പാടില്ല. ഇതൊക്കെ ആചാരവും അനുഷ്ഠാനവുമാണ് എന്ന കാര്യം അറിയണം. ജാതീയ മതാചാരങ്ങളുടെ കടന്നുകയറ്റം കൊണ്ട് സംഭവിച്ചു പോയതാ. ഓക്കെ. അപ്പോൾ മിശിഹായെ അറിയണം, അതായത് ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ അറിയുന്നത് ഡിസംബറിലും ഏപ്രിലും ഈസ്റ്ററിലും മാത്രമല്ല, ജീവിതത്തിൻ്റെ അനുഗ്രഹിതമായ ആവേശമായി ക്രിസ്തുവിനെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. ആരാണ് ക്രിസ്തുവെന്ന് ഞാൻ പർവ്വത്തോടൊന്ന് പറഞ്ഞോട്ടെ, ശാന്തമായി പറയാം. 1, 2, 3, 4, 5, 6 കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പറയാം. എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കണം. അതല്ല, ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, വീണ്ടും കേൾക്കാൻ നിങ്ങൾ മനസ്സ് കാട്ടണം. ക്രിസ്തു പരിജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ? ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ക്രിസ്തു എന്ന് മാത്രം താങ്കൾ ചിന്തിക്കരുത്. മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇവിടേക്ക് തിരുവവതാരം ചെയ്ത യേശുവിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. യേശു എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമല്ല, ഏകസത്യ ദൈവമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ക്രിസ്തു പരിജ്ഞാനം ഉള്ള ഒരു വ്യക്തിക്ക് ഉറക്കെ പറയാനുള്ളത്, ക്രിസ്തു എന്ന് പറഞ്ഞാൽ കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല, ഏക കർത്താവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷകന്മാർ ഒത്തിരി പേരുണ്ട്, ആ കൂട്ടത്തിൽ രക്ഷകനല്ല, ക്രിസ്തു ഏകരക്ഷകനാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഇതാണ് ക്രിസ്തു പരിജ്ഞാനം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി രക്ഷാകര പ്രവർത്തികൾ ചെയ്യേണ്ടതിന് വേണ്ടി ചരിത്രത്തിൽ അവതരിച്ച നിരവധി പ്രമാണികളുണ്ട്, നിരവധി ആദരണീയരായവരുണ്ട്. ഞാൻ അവരെയൊക്കെ അംഗീകരിക്കുന്നു. ചരിത്രബോധമുള്ള എനിക്ക് അവരെ ആരെയും നിഷേധിക്കാൻ പറ്റില്ല. സാധാരണക്കാരന് അക്ഷരാഭ്യാസം കൊടുക്കുവാൻ, സാധാരണക്കാരന് അവൻ ചെയ്യുന്ന കൂലിക്ക്, അവൻ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായി കൂലി വാങ്ങിക്കൊടുക്കുവാൻ, തമ്പ്രാക്കന്മാരോട് ശക്തമായി വാദിക്കാൻ ഇവിടെ സാമൂഹ്യ തലത്തിൽ വന്നിട്ടുള്ള ഒട്ടനവധി രക്ഷകന്മാരുണ്ട്. അവരുടെ പേര് ഞാൻ പറയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ മിന്നായം പോലെ വരുന്നു.
നിന്നുണ്ടാകാം. ഒരു ഗോത്രത്തെ, ഒരു ജാതിയെ, ഒരു കുലത്തെ, ഒരു കുടുംബത്തെ, ഒരു വർഗത്തെ, ഒരു വർണ്ണത്തെ, ഒരു ദേശത്തെ, ഒരു ഭാഷക്കാരെയൊക്കെ സമുദ്ധരിക്കേണ്ടതിന് വേണ്ടി രംഗത്തിറങ്ങിയ രക്ഷകന്മാർ ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ രക്ഷകന്മാരായി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ യേശു ഏകരക്ഷകൻ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇവർ നമ്മളെ ചെളിക്കണ്ടത്തിൽ നിന്ന് കയറ്റി അക്ഷര അഭ്യാസം ഇല്ലായ്മയിൽ നമ്മളെ വിടുവിച്ചു എന്നുള്ളതൊക്കെ ശരിയാ. പക്ഷേ ഏകരക്ഷകൻ എന്ന് യേശുവിനെ ഞങ്ങൾ പറയുന്നതിന്റെ കാരണം പാപത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് വിടുതൽ നൽകിയത് യേശു മാത്രമാണ്. ന്യായവിധിയിൽ നമ്മെ വിടുവിച്ചത് യേശു മാത്രമാണ്. നിത്യ ശിക്ഷാവിധിയിൽ നമുക്ക് വിമോചനം നൽകിയത് യേശു മാത്രമാണ്. അന്ധകാരത്തിന്റെ ആധിപത്യ വ്യവസ്ഥയിൽ നിന്ന് നമ്മെ വിടുവിച്ചത് യേശു മാത്രമാണ്. വേറെ ആരുടെയും കൂട്ടായ ശ്രമം കൊണ്ട് യേശുവും ഒരു ടീം ലീഡറായി നിന്നുകൊണ്ട് ചെയ്തെടുത്ത പദ്ധതിയല്ല. താൻ ഏകനായി ക്രൂശ് ചുമന്നു. ഗെത്സമനയുടെ പച്ചമണ്ണിൽ വീണ് കിടക്കുന്നത് യേശു മാത്രമാണ്. ഗബഥായിൽ തല്ലി തകർക്കപ്പെടുന്നത് യേശു മാത്രമാണ്. ഗോൽഗോഥായിൽ കാരിരുമ്പാണിയിൽ തൂക്കപ്പെടുന്നത് യേശു മാത്രമാണ്. അറിയാമോ? മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി യേശുവിനെക്കുറിച്ച്, ഈ രക്ഷകനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ന് പകൽ സുനീഷ് ഫാസ്റ്ററുടെ ചർച്ചിൽ ഞാൻ ആ ചിന്തകൾ പറഞ്ഞതാണ്. അവിടെ ഉള്ളവർക്ക് ഒരുപക്ഷെ ആവർത്തനമാകും. യേശുവിനെ കുറിച്ചുള്ളതായതുകൊണ്ട് ആവർത്തന വിരസതയുണ്ടാകാൻ സാധ്യതയില്ല. ഏക ദൈവം, ഏക കർത്താവ്, ഏക രക്ഷകനായ യേശുവിന്റെ മഹത്വം എന്താണെന്നറിയാമോ? 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം, അവനിൽ പാപമില്ല. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? യേശുവിൽ എന്തോ ഇല്ലെന്ന? പാപം ഇല്ല. 1 പത്രോസ് 2:22-ാം വാക്യം, അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം, അവൻ പാപം അറിഞ്ഞിട്ടില്ല. 2 കൊരിന്ത്യർ 5:21 വീണ്ടും വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, അവനെ നമുക്ക് വേണ്ടി പാപമാക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? യോഹന്നാന്റെ സുവിശേഷം 19:4-ാം വാക്യം, യോഹന്നാൻ 19:4, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിന്റെ അനുഗ്രഹീതമായ ഒരു പ്രസ്താവനയാ. യേശുവിനെ വിറ്റ് 30 വെള്ളിക്കാശ് സമ്പാദിച്ച് അത് ഉപയോഗിക്കാൻ നിർവാഹമില്ലാതെ നാശയോഗ്യനായി പോയ യൂദാ പറയുന്ന ഒരൊറ്റ വരി സുവിശേഷമുണ്ട്. ഒറ്റ വരി സുവിശേഷം. അതെന്തോന്നറിയാമോ? മത്തായി സുവിശേഷം 27-ാം അധ്യായം 4-ാം വാക്യം, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. യൂദായുടെ ഒറ്റ വരി സുവിശേഷമാണ്. ഒരു സഹോദരി പറയുന്നൊരു സുവിശേഷമുണ്ട്, പീലാത്തോസിന്റെ ഭാര്യ. അതും മത്തായി 27:19-ാം വാക്യമാണ്, ആ നീതിമാന്റെ രക്തത്തിൽ നിങ്ങൾ പങ്കാളിയാകല്ലേ. മനസ്സിലായില്ലേ? യേശുവിന്റെ മഹത്വമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്, യേശു രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനല്ല, യേശു ഏകരക്ഷകനാണ്. ഇവിടെ ഉദയം ചെയ്തവർ, അവതരിച്ചവരെല്ലാം പാപമുള്ളവരും പാപം ചെയ്തവരുമാ, പാപം അറിഞ്ഞവര്. പക്ഷെ പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപം അറിയാത്ത, നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനല്ല, ഏകരക്ഷകനാ. ബോധ്യമായവരെ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്, തെറ്റില്ല. യേശു ഏകരക്ഷകൻ. ഹല്ലേലൂയ. ഇതാ ക്രിസ്തു പരിജ്ഞാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏക ദൈവം, ഏക കർത്താവ്, ഏക രക്ഷകൻ മാത്രമല്ല, അവതാര പുരുഷന്മാരുടെ കൂട്ടത്തിലൊരു അവതാരമല്ല, ഏക അവതാരമാണ്. മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിൽ യേശുവും ഒരു മധ്യസ്ഥനല്ല. യേശു അല്ലാതെ ഒരു മധ്യസ്ഥൻ ഇല്ല. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഇത് പണ്ട് മുതലേ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയതാ. മറിയ അടക്കമുള്ളവർ മധ്യസ്ഥതയ്ക്ക് വേണ്ടി നിൽക്കുന്നില്ല, രക്ഷണ്യ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുന്നില്ല, യേശു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ പണ്ട് മുതലേ സുവിശേഷിച്ചതാണ്. ഞങ്ങളും ഉറക്കെ പറയുന്നത്. അപ്പന്മാർ പറഞ്ഞത് കൊണ്ട് പറയല്ല, പുസ്തകം അത് പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഈ അടുത്ത കാലത്ത് ആ ബോധം ഉണ്ടായത് മറിയ സഹരക്ഷകയല്ലെന്ന്. ഈ ബോധം എന്നേ ഉണ്ടായ ജനമാണ് ഞങ്ങളെല്ലാവരും. സ്വോത്രം പറഞ്ഞാട്ട് കാര്യങ്ങൾ ഉയർത്തി. മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള രക്ഷാകര ദൗത്യത്തിൽ വേറെ ആർക്കും കൂട്ടുപങ്കാളിത്വമില്ല, യേശുവിന് മാത്രമേ ഉള്ളൂ. ഇനിയും ബോധം ഉണ്ടാകണം. കാലം അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ പലതും ചിലതും ഇതേപോലെ ബോധമകത്ത് കയറിയവർ, കൺവിക്ഷൻ ഉണ്ടായവർ, കൺവേർഷൻ ഉണ്ടായവർ, കൺഫെഷൻ ഉണ്ടായവർ ഇനിയും 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 സത്യങ്ങളെ വെളിപ്പെടുത്തിയേ പറ്റൂ. അതിനാണ് നമ്മുടെ പ്രാർത്ഥന വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനല്ല ക്രിസ്തു. ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. ആരാധ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ആരാധ്യനല്ല, യേശുവാണ് ഏക ആരാധ്യൻ. കണ്ടോ? നായകന്മാരുടെ കൂട്ടത്തിലൊരു നായകനല്ല, ക്രിസ്തു ഏക നായകനാണ്. മനസ്സിലായില്ലേ? ഒത്തിരി നാഥന്മാരുണ്ട്, ആ നാഥന്മാരുടെ കൂട്ടത്തിലൊരു നാഥനല്ല, യേശുവാണ് ഏകനാഥൻ. ഒത്തിരി പരിശുദ്ധന്മാരുണ്ടായിരിക്കാം, ആ കൂട്ടത്തിലൊരു പരിശുദ്ധനല്ല, യേശു ഏക പരിശുദ്ധനാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്?
യേശുവുമായി ചേർത്ത് പറയുമ്പോൾ ഏക 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 എന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം അവന് തുല്യം പറയാൻ വേറെ ആരുമില്ല. ഹല്ലേലൂയ. ഏക ന്യായാധിപനാ കർത്താവ്. മനസ്സിലായോ? ഈ പറയപ്പെട്ട ചിന്തകളെല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് ക്രിസ്തു പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ പരിജ്ഞാനം പ്രാപിക്കാത്തവൻ നാശത്തിലേക്ക് പോകും. ഈ പരിജ്ഞാനം പ്രാപിച്ചവനാ ജീവരക്ഷ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ദൈവപരിജ്ഞാനം, രണ്ട് ക്രിസ്തു പരിജ്ഞാനം, മൂന്നാമതൊരു പരിജ്ഞാനമുണ്ട്. ഏതെന്നറിയാമോ? കൊലോസ്യർ. ഞാൻ യഥാക്രമം എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ. ഓക്കെ, അടുത്തത് കൊലോസ്യർ 1:10. കൊലോസ്യർ 1:10 എന്താ പറയുന്നറിയാമോ? ഇഷ്ടത്തിൻ പരിജ്ഞാനം. ആരുടെ ഇഷ്ടം? ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം. വാക്യങ്ങൾ മറന്നു പോകരുത്. എഫെസ്യർ 1:13 പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ഫിലിപ്പിയ ലേഖനം 3:8 ക്രിസ്തു പരിജ്ഞാനം. കൊലോസ്യർ 1:10 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഷ്ടത്തിൻ പരിജ്ഞാനം. ആരുടെ ഇഷ്ടം എന്ന് പറ പ്ലീസ്? ദൈവ ഇഷ്ടത്തിൻ. നമ്മുടെ ഇഷ്ടത്തെ ദൈവ ഇഷ്ടമാക്കി മാറ്റുകയല്ല, ദൈവ ഇഷ്ടത്തെ നാം അനുസരിച്ചുകൊണ്ട് അതിൻ പ്രകാരം പോകണം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഇഷ്ടത്തെ ദൈവത്തെ അടിച്ചേൽപ്പിക്കുക. കർത്താവെ കാത്തോണേ, ഞാൻ പോവുകയാണ്. പോട്ടെ എന്ന് കർത്താവിനോട് ചോദിച്ചില്ല. ഒരുങ്ങി നിന്ന് വണ്ടിയും വീടും പൂട്ടി കാറിൻ്റെ താക്കോലും കൈ പിടിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥനയാണ്, ഞാൻ പോവുകയാണ് കർത്താവെ കാത്തോണേ എന്ന്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കാക്കാൻ കർത്താവ് നമ്മുടെ സെക്യൂരിറ്റി ഒന്നുമല്ല. പോകുന്നതിന് മുമ്പേ കർത്താവിനോട് ചോദിക്കണം, ഞാനൊന്ന് പൊക്കോട്ടെ, എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, അങ്ങക്ക് ഇഷ്ടമാണോ ഞാൻ പോകുന്നത്? അങ്ങനെ ചോദിച്ചാലോചന. അതാണ് ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനമെന്നൊക്കെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇഷ്ടത്തിൻ പരിജ്ഞാനം. അതുകൊണ്ടാണ് 143 സങ്കീർത്തനം 10 വാക്യത്തിൽ ദൈവമക്കൾ പഠിച്ചോണം. 143:10 അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ആകത്തുക, പിതാവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കണം. അപ്പം ദൈവ ഇഷ്ടത്തിലേക്ക് നമ്മൾ വന്നേ പറ്റുകയുള്ളൂ. ദൈവ ഇഷ്ടത്തിൻ്റെ ഒരു പരിജ്ഞാനമുണ്ട്. കർത്താവിന് എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ ഞാനതിനെന്തോ ചെയ്യുന്നില്ല, എതിര് പറയുന്നില്ല, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നെ ജീവിപ്പിക്കണോ തകർക്കണോ, എന്നെ ഇരുത്തണോ അതോ എന്നെ വാഴിക്കണോ അതോ എന്നെ തീർക്കണോ, അതൊക്കെ താതൻ്റെ ഇഷ്ടമാണ്. അതിനായി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇഷ്ടത്തിൻ പരിജ്ഞാനത്തിലേക്ക് വരാതെ സ്വന്തം ഇഷ്ടത്തിൽ ഊന്നി മുമ്പോട്ട് പോകുന്നവൻ അപകടത്തിലും അനർത്ഥത്തിലും നാശത്തിലേക്ക് നിവദിക്കാനിടയായി തീരും. മനസ്സിലായില്ലേ? വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവ ഇഷ്ടം നിരവധിയുണ്ട്. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്തോ ചെയ്യണം? രൂപാന്തരപ്പെടണം. ദൈവ ഇഷ്ടവുമായി ബന്ധപ്പെട്ട 2 വാക്യങ്ങളോട് ദൈവമക്കൾ കുറിച്ചു കൊള്ളണം. ഒന്നാമത്തെ വാക്യം റോമർ 12:2 വാക്യമാണ്. ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്തോ ചെയ്യണമെന്ന്? രൂപാന്തരപ്പെടണം. മനസ്സ് മറ്റൊന്നിലേക്ക് പാളിപ്പോകരുത്. മനസ്സ് അധാർമികതയിലേക്ക് പോകരുത്. മനസ്സ് അനാത്മികതയിലേക്ക് പോകരുത്. മനസ്സ് നിയമവിരുദ്ധമായിരിക്കുന്ന യാതൊന്നിലേക്കും പോകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പം റോമർ 12:2 വാക്യം. അടുത്ത ഒരു വാക്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തോണം ഇഷ്ടവുമായി ബന്ധപ്പെട്ട്. അതേതാണെന്നറിയാമോ? കൊലോസ്യ ലേഖനം 4:12 വാക്യമാണ്. നിങ്ങൾ തികഞ്ഞവരും ദൈവ ഇഷ്ടം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി മാറേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയിലെ പ്രധാനമായ 2 അജണ്ടകൾ: ഒന്ന്, നാം തികഞ്ഞവരാകണം; 2, ദൈവ ഇഷ്ടം അഥവാ ദൈവഹിതത്തെക്കുറിച്ച് നാം പരിജ്ഞാനമുള്ളവരായി മാറണം. ഇന്ന് രാത്രിയിൽ ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ പോലെ ഒട്ടനവധി ദൈവദാസന്മാർ, പ്രഗത്ഭരായ ദൈവദാസന്മാർ അടക്കമുള്ള ഈ യോഗം അത് പാസ്റ്റർ അനീഷിനോടുള്ള ജനസമ്മതിയാകാമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ആദ്യത്തെ ദിവസം ഇത്രയും ദൈവദാസന്മാരുടെ അകമ്പടിയുള്ളൊരു യോഗം അത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ സഹ ശുശ്രൂഷകർ നിരവധി പേരുണ്ടല്ലോ. ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷക്കാര്യത്തോടെ ഏറ്റവും വലിയ വിജയം ദൈവഹിതം ഇന്നതെന്ന് അറിയുക എന്നുള്ളതാണ്. ദൈവഹിതം അറിഞ്ഞാൽ നമ്മൾ തോറ്റുപോകത്തില്ല, വീണു പോകത്തില്ല. അതിന് പക്ക ഒരു തെളിവ് ഞാൻ തരാം. അപ്പോസ്തലപ്രവൃത്തി 16:6 വാക്യം. ദൈവമക്കൾ, ദൈവദാസന്മാർ, വേദവിദ്യാർത്ഥികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് സന്ദേശം ഇങ്ങനെ വഴിമാറുന്നത്. ഞാൻ വീണ്ടും ട്രാക്കിലേക്ക് വരുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 16:6 വാക്യം. 16:6 ആസിയിൽ വചനം പ്രസംഗിക്കേണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്തോ ചെയ്തു? പ്രസംഗിക്കേണ്ടെന്നൊരു വിലക്ക് ഉണ്ടായാൽ ആരുടെ ആയിരിക്കുന്ന നമ്മുടെ ഒരു തിയോളജി? സത്യമേ പറയാവൂ. കൺവെൻഷൻ പന്തലിൽ വന്നിരുന്നുണ്ട് അതും ഇതും പറയരുത്. പ്രസംഗിക്കേണ്ടെന്നൊരു വിലക്കുണ്ടായാൽ നമ്മുടെ തിയോളജി അനുസരിച്ച് ആരുടെ ആയിരിക്കുന്ന? പിശാചിൻ്റെ തന്നെയാണ്. നമ്മൾ കൈകോർത്ത് പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ച് കർത്താവ് യോഗത്തിനെതിരെ വട്ടമിട്ട് പോരാടുന്ന കെട്ടുകളെ ഞങ്ങൾ ശാസിക്കുന്നു, ഭത്സിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞെട്ടി. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മളൊരു പ്രകടനമൊക്കെ ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അത് നമ്മുടെ ഒരു തിയോളജിയാണ്, നമ്മുടെ വികലമായൊരു തിയോളജിയാണ്. പക്ഷേ പ്രസംഗിക്കേണ്ടെന്ന് ആരാ പറഞ്ഞ്? പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള ബോധം പൗലോസിനുണ്ടായിരുന്നു.
അതുകൊണ്ട് ആ ശുശ്രൂഷയിൽ ഒരു പിഴവും പറ്റിയിട്ടില്ല. അറിയാമോ? ഈ ശബ്ദം പരിശുദ്ധാത്മാവിൻ്റെതാണെന്ന് വേറൊരു പ്രവാചകനോട് ആലോചന ചോദിക്കാനൊന്നും പോയില്ല. അന്നേരം തന്നെ തനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവാ പറയുന്നതെന്ന്. അപ്പം അത് ആ വാക്യം മറക്കരുത്. 16-6 വാക്യം. ഇനി വേറൊരു വാക്യം ഞാൻ തരാം. 1 തെസ്സലോനിക്കർ 2:18 വാക്യം. 1 തെസ്സലോനിക്കർ 2:18. തെസ്സലോനിക്കയിൽ നിങ്ങളോടുകൂടെ ആരാധന കൂടണമെന്നും 1-2 പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു. വിശേഷാൽ പൗലോസായെ ഞാൻ 1-2 വട്ടം ആഗ്രഹിച്ചു, പക്ഷേ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. തെസ്സലോനിക്കയിൽ പ്രസംഗിക്കേണ്ടെന്ന് ആരാ തടഞ്ഞേ? തെസ്സലോനിക്കയിൽ പ്രസംഗിക്കേണ്ടെന്ന് ആരാ തടഞ്ഞേ? പിശാചാണ്. ആസിയിൽ പ്രസംഗിക്കേണ്ടെന്ന് ആരാ തടഞ്ഞേ? ഇത് തിരിച്ചറിയാൻ ബോധം ഉണ്ടെങ്കിൽ ശുശ്രൂഷ വിജയിച്ചു. മനസ്സിലായി? എല്ലാ ശുശ്രൂഷ രാജിവെച്ചിട്ട് വല്ല ഗൾഫിലെങ്ങാനും പോകുക നിർവാഹമുള്ളൂ. മനസ്സിലായല്ലോ? ഗൾഫിൽ നിന്ന് ശുശ്രൂഷ രാജിവെച്ച് ഇവിടെ വന്നിട്ട് ബംഗാളികളോട് പണി ചെയ്യുന്ന ഉപദേശം എനിക്കറിയാം. ഇവിടെ ശുശ്രൂഷ പരാജയപ്പെട്ടപ്പോൾ ഇവിടുന്ന് വിസ എടുത്ത് അങ്ങ് ഗൾഫിൽ പോയ പുള്ളികളും ഉണ്ട്. മനസ്സിലായല്ലോ? ഒരു പണിയില്ലാതെ വെറുതെ മുഴക്കോലും കരണ്ടിയും ചിരട്ടയും ചട്ടിയും ഒക്കെ ആയിട്ട് നടക്കുന്ന പുള്ളികളുണ്ട്. എന്താ സംഭവം എന്നറിയാമോ? ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ്. അത് ആ അബദ്ധം നമുക്ക് പറ്റരുത്. ദൈവത്തിൻ്റെ ശബ്ദവും പിശാചിൻ്റെ ശബ്ദവും നമുക്ക് തിരിച്ചറിയണം. മനസ്സിലായില്ലേ? ഹിതങ്ങൾ പ്രധാനമായും 4 1 സ്വന്തം ഹിതം, 2 മറ്റുള്ളവരുടെ ഹിതം, 3 സാത്താൻ്റെ ഹിതം, 4 ദൈവത്തിൻ്റെ ഹിതം. ഇതിലേത് ആണ് ദൈവഹിതമെന്ന് എന്തോ ചെയ്യണം? തിരിച്ചറിയണം. മനസ്സിലായല്ലോ? കനാനിൽ ക്ഷാമമായി എന്ന് കണ്ടപ്പോൾ ചാക്കും വട്ടിയും കുട്ടയും കാലിച്ചാക്കുമൊക്കെ ആയിട്ട് ഒറ്റപ്പോക്ക് പോയി അബ്രഹാം. എവിടോട്ട്? കനാനിൽ നിന്നും മിസ്രൈമിലേക്ക്. ആ പോക്ക് പോയത് സ്വന്തം ഹിതത്തിലൂന്നിയാണ്. മനസ്സിലായോ? അതിൻ്റെ ദുരന്തം അവിടെ ചെന്നപ്പോൾ കണക്കിന് കിട്ടി. അതൊന്നും പറയുന്നില്ല ഞാൻ പരസ്യമായി, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 13-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ അറിയാം. അവിടെ ചെന്നപ്പോഴേ പണി കിട്ടി അദ്ദേഹത്തിന്. സ്വന്തം ഹിതത്തിൽ ഊന്നി ഇറങ്ങിപ്പോയതാണ്. അറിയാമോ? അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ ഹിതത്തിന് വഴങ്ങി. എൻ്റെ ദാസി ഹാഗറുണ്ടല്ലോ സുന്ദരിയ, അവളെ സ്വീകരിക്കാൻ ഭാര്യ തന്നെ പറഞ്ഞപ്പം വയസ്സാം കാലത്ത് ഒരു 2ാം കല്യാണത്തിനും കൂടെ അവസരം ഉണ്ടായപ്പോൾ ദൈവത്തോടൊരു വാക്ക് പോലും ചോദിക്കാതെ കയറി വീണു അബ്രഹാം. മനസ്സിലായില്ലേ? അബ്രഹാമിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മച്ചിമാർ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന പോലെ ഏഴേം കൃമി മണ്ണാങ്കട്ടയും പൊടിയും മൂഴിയും ചാരവും കുപ്പയൊക്കെ ആയി നമ്മുടെ കാര്യം പറയണോ? അബ്രഹാമാണ് പാടിപ്പോയത്. അറിയാമോ? സ്വന്തം ഭാര്യ പറഞ്ഞപ്പോൾ അബ്രഹാം അതിനങ്ങ്, ദൈവമേ എൻ്റെ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്നാ ചെയ്യണമെന്ന് ഒരു വാക്ക് ദൈവത്തോട് ചോദിച്ചില്ല. ഹാഗറിനെ സ്വീകരിച്ചു. അതിനകത്തൊരു കുഞ്ഞുണ്ടായി. അവസാനം സാറായി ഭാര്യ തന്നെ പറയുക, കോച്ചിനെ ദാസിയെ ഇവിടുന്ന് പുറത്താക്കിക്കോണം, കണ്ടുപോകരുത് ഇവിടെ എന്ന് പറയും. നിങ്ങളും കൂടെ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞില്ല. നിങ്ങളെ എനിക്കിവിടെ വേണം, അവളെ എനിക്കിവിടെ വേണ്ട, കോച്ചിനെ കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അവസാനം അബ്രഹാം ഗതിയില്ലാതെ വന്ന് ദൈവത്തോട് ചോദിച്ചു, പൊന്നു കർത്താവേ, അവളിങ്ങനെ എന്നോട് വഴക്കാൻ ഞാൻ എന്നാ ചെയ്യണം? ദൈവം ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. ദൈവത്തിൻ്റെ ഡീസൻ്റ്, പക്ക ഡീസൻ്റ്. ദൈവം പറഞ്ഞു, അവൾ പറയുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? അവൾ പറഞ്ഞ പോലെ ചെയ്തിട്ടാണല്ലോ നീ നെയ്ച്ചോറ് കഴിച്ചത് 2ാം കല്യാണത്തിന്. ഇപ്പോൾ കുഴിമന്തി ബിരിയാണിയൊക്കെ ഉണ്ടായ ഒരു അവസരത്തിന് എന്നോടൊരു വാക്ക് നീ ചോദിക്കാതല്ലേ കയറി വീണത്. അതുകൊണ്ട് അവൾ പറയുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പം സ്വന്തം ഹിതത്തിലൂന്നി അബ്രഹാം കനാനിലേക്ക് പോയി. മറ്റുള്ളവരുടെ ഹിതത്തിന് വഴങ്ങി ഒരു 2ാം കല്യാണത്തിന് തയ്യാറായി. മനസ്സിലായോ? ഇനി ഞാൻ ദാവീദിനെ ഒരു ഉദാഹരണം പറയട്ടെ. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 1-ാമത് വാക്യം. ഇസ്രായേലിനെ വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് ദാവീദിനെ ആര് തോന്നിച്ചെന്ന? സാത്താൻ തോന്നിച്ചു. ഈ തോന്നൽ ദൈവത്തിൻ്റെതാണെന്ന് വിചാരിച്ചിട്ടാണ് ബുക്കും പേനയും പെൻസിലുമൊക്കെ എടുത്തുകൊണ്ട് ചെറുപ്പക്കാരെ നാട്ടിൽ മുഴുവനും അങ്ങ് വിന്യസിപ്പിച്ചു. ആണത്ര, പെണ്ണത്ര, കുഞ്ഞത്ര, കുട്ടിയെത്ര, വൃദ്ധന്മാരെത്ര, വൃദ്ധകളെത്ര, യുദ്ധപ്രാപ്തന്മാരെത്ര, അവർ നിരന്ന് നടന്ന് കണക്കെടുത്തിട്ട് ദാവീദിൻ്റെ കയ്യിൽ കണക്ക് കൊണ്ട് കൊടുത്തു. ദാവീദ് ദൈവസന്നിധി ചെന്നിട്ട് പറഞ്ഞു, പൊന്നു കർത്താവേ, എൻ്റെ കൈക്കീഴിൽ ഇത്രയും ആളുകളുണ്ട്. ദൈവം ഒരൊറ്റ ഗർജനമാ, എൻ്റെ ജനത്തെ എണ്ണ നിന്നോടാര് പറഞ്ഞു? അപ്പോഴാ ദാവീദിന് മനസ്സിലായത് ദൈവഹിതമല്ലായിരുന്നു. ആ രാത്രിയിൽ 75,000 ആളുകളെ ദൈവം കൊന്നുകളഞ്ഞതായി നമ്മൾ വായിക്കുന്നു. ജനസംഖ്യയിൽ ഊറ്റം കൊള്ളവൻ തലകുനിച്ച് നിൽക്കുന്നു, രക്തപ്പഴി തലയിലേന്തി നടക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സാത്താൻ വിദഗ്ധമായി നമ്മെ ചതിക്കും. കണ്ടോ? ഒടുവിൽ നാം അറിയണം, 4ാമത്തെ ഹിതം ദൈവത്തിന്റെ ഹിതമാണ്. മാനസബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടവർക്ക് ദൈവഹിതമിന്ന് തിരിച്ചറിയാൻ പറ്റൂ. നമ്മുടെ ഹിതത്തിലേക്ക് ദൈവത്തിന്റെ ഹിതത്തെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഒരു യൂത്ത് ക്യാമ്പ് നടന്നപ്പോൾ ഒരു കഥ പറയാം, ചെറുപ്പക്കാർക്കൊക്കെ വേണ്ടി. ഒരു യൂത്ത് ക്യാമ്പ് നടന്നപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വന്ന ദൈവദാസൻ അവിടെ കൂടി വന്ന പെൺകുഞ്ഞുങ്ങളോടും ആൺകുഞ്ഞുങ്ങളോടും പറഞ്ഞു, 15 വയസ്സ് മുതൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നല്ലൊരു ജീവിത പങ്കാളി, ഉത്തരവാദിത്വ ബോധമുള്ള, കുടുംബ മഹിമയുള്ള, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ കുഴപ്പമൊന്നുമില്ലാത്ത വിധം സമാധാനപരമായി കുടുംബം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി പെൺകുട്ടികളും ആൺകുട്ടികളും എന്തോ ഇതോണം
പ്രാർത്ഥിച്ചോണമെന്നൊരു മോട്ടിവേഷൻ ക്ലാസ്സിൽ കൊടുത്ത ആലോചന. ക്യാമ്പെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒരു പെങ്കൊച്ചിന് ഭയങ്കര മാറ്റം. 24 മണിക്കൂറും വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്ററിൽ തോണ്ടി ഇരിക്കുന്ന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് അത്ഭുതം തോന്നി, ഇതെന്നെ പറ്റി, എന്തായാലും ക്യാമ്പിന് വിട്ടത് ഗുണമായല്ലോ എന്ന് അവർക്ക് തോന്നി. എന്നാലും ഇവിടെ പ്രാർത്ഥിക്കുന്ന എന്തോന്നറിയാൻ അടുത്ത് പോയി നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ട് നിന്നു. ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വിഷയം കേട്ട് അമ്മ ഞെട്ടിപ്പോയി. കർത്താവേ, വിശ്വസ്തനും സുമുഖനും സുന്ദരനുമായൊരു ജീവിത പങ്കാളി എനിക്ക് തരണേ. അമ്മ ആദ്യം ഞെട്ടിയെങ്കിലും കൊച്ചിൻ്റെ കാര്യബോധം മനസ്സിലായി കഴിഞ്ഞപ്പോൾ സന്തോഷമായി. പിറ്റേ ദിവസം അതേ സമയത്ത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അമ്മ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. കർത്താവ് സുമുഖനും സുന്ദരനും ഒക്കെ ആണെന്ന് പറഞ്ഞാലും വേണ്ടിയല്ല, കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു ദൈവദാസനെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് തരണേ. അമ്മയ്ക്ക് ഭയങ്കര അഭിമാനം തോന്നി. എൻ്റെ മോള് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക, എൻ്റെ കർത്താവെ കാത്തോണേ എന്ന് പറഞ്ഞ് അമ്മ പ്രാർത്ഥിച്ചു കൊച്ചിന് വേണ്ടി. 3-ാം ദിവസം അതേ സമയത്ത് അമ്മ ശ്രദ്ധിച്ചു. അവിടെ പ്രാർത്ഥനയിൽ വേറൊരു സംഗതി. കർത്താവിൻ്റെ വേല എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലൂടെ ചുറ്റിത്തിരിയുന്ന ആരെ എനിക്ക് വേണ്ട, നോർത്ത് ഇന്ത്യയിൽ വിവിധ വെല്ലുവിളികളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്നൊരു സുവിശേഷകനെ എനിക്ക് ജീവിത പങ്കാളിയായി തരണേ. അമ്മ ആ അഭിമാനം കൊണ്ട് പോത്തൊലഞ്ഞു. അടുത്ത ദിവസം ഇങ്ങനെ 2-3-4 ദിവസം പ്രാർത്ഥനയായി. അവസാനം ഒരു ദിവസം അമ്മ പ്രാർത്ഥന കേട്ടപ്പോൾ പ്രാർത്ഥിച്ചെന്താണെന്നറിയാമോ? നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയൊന്നും വേണ്ട, ഡൽഹി ഹരിയാന ബോർഡറിൽ ഗുഡ്ഗാവിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനെ എനിക്ക് വേണേ. അമ്മയ്ക്ക് അത്ഭുതം തോന്നി. ഇവക്ക് ഡൽഹി എങ്ങനെ അറിയാം, ഗുരുഗോൺ എങ്ങനെ അറിയാം, കേരളത്തിൻ്റെ കോട്ടയം ജില്ലയിൽ നിന്ന് പുറത്തു പോയിട്ടില്ലാത്ത ഇവക്ക് എങ്ങനെ അതൊക്കെ അറിയാം എന്നൊരു അത്ഭുതം തോന്നി. എന്നാലും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തായിരിക്കുമെന്ന് പാവം മമ്മി അങ്ങ് വിചാരിച്ചു. അടുത്ത ദിവസത്തെ പ്രാർത്ഥന കേട്ടവർ ഞെട്ടി ബോധം കെട്ട് തറ വീണു. അടുത്ത പ്രാർത്ഥന എന്തുവെന്നറിയാവും? കർത്താവേ, അങ്ങനാണെങ്കിൽ ഗുരുവോണിൽ പ്രവർത്തിക്കുന്ന സാമച്ചാനെ തന്നെ എനിക്ക് തന്നാൽ എന്നാ കുഴപ്പം? ഇതാണ് നമ്മുടെ ഇഷ്ടത്തെ നമ്മൾ ആർക്ക് കൊടുക്കുകയാണ്? സാമച്ചൻ ഗുരുകോണിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സാമച്ചനെ ഇവളെയും കൂടെ കൂട്ടിമുട്ടിക്കാൻ ദൈവത്തെ ഇവളെ കേരള എക്സ്പ്രസ്സിൽ കയറ്റി കൊണ്ടുപോവുക ഇങ്ങനെ അങ്ങോട്ട്. ശരിക്കൊന്നും വേണ്ട, നമ്മുടെ പല പ്രാർത്ഥനകളും ഇങ്ങനെയാണ്. നമ്മുടെ ഇഷ്ടം ആര് സാധിച്ചു തരണം? ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതാണ് ഹിതത്തിൻ്റെ പരിജ്ഞാനം, ഇഷ്ടത്തിൻ പരിജ്ഞാനം. കണ്ടോ? അത് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു. വേറെ 1-2 പരിജ്ഞാനങ്ങൾ വേഗം ഞാൻ അങ്ങ് പറഞ്ഞു വിടട്ടെ. അടുത്ത പരിജ്ഞാനം ഏതാണെന്നറിയാമോ? പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഓരോ വ്യക്തികളും പ്രാപിക്കണം. എന്താണ് പാപം? ആ പരിജ്ഞാനം പ്രാപിക്കണം. പാപപരിജ്ഞാനം എന്നൊരു വാക്യമുണ്ടോ? ഉണ്ട്. റോമാലേഖനം 3-ാം അധ്യായം 20-ാം വാക്യമാണ്. ന്യായപ്രമാണം പാപത്തിൻ്റെ പരിഹാരം വരുത്തുന്നില്ല, ന്യായപ്രമാണം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അത്രയേ വരുത്തുന്നത്. ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം പാപത്തിൻ്റെ പരിജ്ഞാനമാണ് തരുന്നത്, പാപപരിഹാരം വരുത്തുന്നില്ല. പാപിയായ മനുഷ്യനെ ശുദ്ധീകരിക്കാൻ ന്യായപ്രമാണം ഉതകുന്നില്ല. സീനായി മലയുടെ നെറുകയിൽ വെച്ച് ലഭിക്കപ്പെട്ട ന്യായപ്രമാണം 10 കൽപ്പനകൾ ചേർത്തുള്ള 613 കൽപ്പനകൾ, അതിൻ്റെ പൗരോഹിത്യം, അതിൻ്റെ യാഗം, അതിൻ്റെ യോഗം, അതിൻ്റെ പെസക, അതിൻ്റെ തിരുനാള്, പെരുന്നാള്, അതിൻ്റെ സകല ഇടപാടുകളും പാപപരിഹാരം വരുത്തുന്നില്ല. അപ്പോൾ തന്നെ ആ വാക്യത്തിലുള്ളൊരു പ്രയോഗമാണ് പാപത്തിൻ്റെ പരിജ്ഞാനം. പാപം എന്താണെന്ന പരിജ്ഞാനം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കൺവിക്ഷൻ. പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം മനുഷ്യൻ. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ 3 നിർവചനങ്ങൾ ഞാൻ പറയാം. പാപം എന്ന പദത്തിന് 3 നിർവചനങ്ങൾ തരാം. അതിനു മുമ്പ് പാപം എന്ന പദത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഗ്രാഹ്യമുണ്ടാകാൻ, വേദപുസ്തക സംബന്ധമായി പാപം എന്ന വിഷയത്തെക്കുറിച്ചൊരു ഗ്രാഹ്യമുണ്ടാകാൻ ഒരു വിചാരം പറയുന്നു. ശ്രദ്ധിച്ചോണം. പാപം എന്ന പദം വേദപുസ്തകത്തിൽ ആദ്യം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് തുടക്കം. പാപം എന്ന പദം ആദ്യം അവിടെയാണ് കാണുക. ഏറ്റവും അവസാനം വെളിപ്പാട് പുസ്തകം 18-ന്റെ 5-ലാണ്. അപ്പം ഉൽപ്പത്തി 4-ന്റെ 7 മുതൽ വെളിപ്പാട് 18-ന്റെ 5 വരെ 570 തവണയാണ് ബൈബിൾ പാപം എന്ന പദം പരാമർശിക്കുന്നത്. 570 570 തവണ. ഈ 570 തവണയുള്ള പരാമർശങ്ങളിൽ ഏറ്റവും ശക്തമായ സ്കട്ട് മിസൈൽ പോലെ നെഞ്ചകത്തിലേക്ക് വന്ന് ആഞ്ഞ് തറയ്ക്കുന്നൊരു വാക്യമുണ്ട്. 4-ാം സങ്കീർത്തനം 4-ാം വാക്യം. നടുങ്ങുവിൻ, ബാക്കി പറ, പാപം ചെയ്യാതിരിപ്പിൻ. വേദപുസ്തകത്തിന്റെ കനത്ത പ്രഖ്യാപനമാണ്. പാപം ചെയ്യരുത്. പാപപരിജ്ഞാനം എന്ന് പറയുന്ന ആ സംഗതി ആഴത്തിൽ പഠിക്കണം. ഇനി കേൾക്കണോ? റോമാലേഖനത്തിൽ മാത്രം 55 പ്രാവശ്യം പാപം എന്ന പദമുണ്ട്. റോമാലേഖനത്തിൽ 55 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാപം എന്ന പരാമർശമുള്ളത് ലേവ്യ പുസ്തകത്തിൽ 32 പ്രാവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ അത്ഭുതം തോന്നുന്നൊരു കാര്യം പറയാം. 5 അധ്യായമുള്ള 1 യോഹന്നാന്റെ ലേഖനത്തിൽ 27 പ്രാവശ്യമാണ് പാപം എന്ന പദമുള്ളത്. 150 സങ്കീർത്തനത്തിലൂടെ എണ്ണിപ്പെറുക്കി എടുത്താൽ 27 പ്രാവശ്യമേ ഉള്ളൂ. പാപം എന്ന പദം ഇഷ്ടം പോലെയാണ് ഓരോ പുസ്തകങ്ങളിലും. മമ്മിമാര്, ആൻറ്റിമാര്, സഹോദരിമാര്, പെൺകുഞ്ഞുങ്ങള് സന്തോഷിക്കാൻ ഒരു കാര്യം പറയാം. ഇവരൊന്ന് സന്തോഷിച്ചോട്ടെ പ്രസാദ പാസേ, കുഴപ്പമുണ്ടോ? അസൂയൊന്നുമില്ലല്ലോ. ഇവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. ഓക്കെ, ഇവരൊന്ന് സന്തോഷിച്ചോട്ടെ. പക്ഷേ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം.
നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകമുണ്ട് ബൈബിളിൽ. ഏതാണ്? രൂത്ത്, എസ്തേർ. കണ്ടോ? സ്വോത്രം. റെഡിമെയ്ഡ് മറുപടിയായിട്ടാണ് വന്നത്. രൂത്തും എസ്തേറും സഹോദരിമാരുടെ പേരിലുള്ള പുസ്തകമാണ്. പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന വേദപുസ്തകത്തിനകത്ത് സ്ത്രീകളുടെ പേരിൽ 2 പുസ്തകം. സന്തോഷിക്കാനുള്ള വക എന്താണെന്നറിയാമോ? ഈ 2 പുസ്തകത്തിലും പാപമെന്ന പദം ഇല്ല. സന്തോഷമായോ? മുഖത്തെ പ്രകാശം കണ്ടോ? ഇവരുടെ പേരിൽ എഴുതപ്പെട്ട പുസ്തകത്തിൽ എന്തോ ഇല്ല. നിങ്ങളങ്ങനെ കുലുങ്ങി ചിരിക്കാൻ പറ്റട്ടെ. നിങ്ങളാ ഇത് ഉണ്ടാക്കി വെച്ചേ. പാപം നിങ്ങളാ ഉണ്ടാക്കിയത്. വേദോസം പറയുന്നു പുരുഷനല്ല സ്ത്രീ അത്രേ പാപം ചെയ്തത്. എന്നിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ എന്തോ ഇല്ല. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിലും പാപം എന്ന പദമില്ല. അതൊരു വിശേഷതയാണ്. ഓക്കെ, അപ്പൊ പാപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പാപമെന്ന് പറയുന്ന പദം ഇങ്ങനെ ബഹുത്തായി കിടക്കുകയാണ്. എന്താണ് പാപം? പാപം എന്ന പരിജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് പാപമെന്നറിയണം. ശ്രദ്ധിച്ചു കേട്ടോണേ. 3 കാര്യങ്ങൾ ഞാൻ പറയാം. 1, സത്യദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. സത്യദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. 2, സത്യവചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. 3, സത്യസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. ഈ 3 നിർവചനങ്ങൾ കൊണ്ട് പാപത്തിൻ്റെ പരിജ്ഞാനമെന്ന വിഷയത്തെ ബഹുത്തായി നമുക്ക് പഠിക്കാൻ പറ്റും, സമഗ്രമായി പഠിക്കാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കണോ? സത്യദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. 2, സത്യദൈവത്തിൻ്റെ സനാതന വചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. 3, സത്യദൈവം തൻ്റെ സ്വന്തം പുത്രൻ്റെ ചോര കൊണ്ട് സമ്പാദിച്ച ദൈവസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം പാപമാണ്. മനസ്സിലായോ? സഭയ്ക്കൊരു സംസ്കാരമുണ്ട്. സഭയുടെ സംസ്കാരം അടിയും ബഹളവും ചവിട്ടിപ്പൊളിക്കലും പൂട്ടുപൊളിക്കലും തല്ലിത്തകർക്കലും ഒന്നുമല്ല. സഭയുടെ സംസ്കാരം വിധേയത്വത്തിന്റെ, വിശുദ്ധിയുടെ, വിനയത്തിന്റെ, എളിമയുടെ, താഴ്മയുടെ, വിവേകത്തിന്റെ, മനസ്സിലായോ, വിശ്വസ്തതയുടെ മാർഗമാണ്. വിശ്വസ്തതയുടെ സംസ്കാരമാണ്. അഭിഷേകത്തിന്റെ സംസ്കാരം എന്നൊരു പദമുണ്ട്. ആവർത്തനം ലേവ്യ പുസ്തകം 21:12. സഭയുടെ സംസ്കാരം അഭിഷേക സംസ്കാരമാണ്. അതാണ് തീത്തോസ് 3:7 പറയുന്ന പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണം. അത് പ്രാപിച്ചവരാണ് സഭയിൽ നിൽക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോസ്തലർ ദൈവദാസന്മാർ മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. അപ്പോസ്തലപ്രവൃത്തി 1:15 120 പേരടങ്ങുന്നൊരു സംഘം കൂടിയിരുന്നു എന്നാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ ഡോക്ടർ ലൂക്ക് എഴുതിയിരിക്കുന്നത്. 120 പേരടങ്ങുന്നൊരു സംഘം കൂടിയിരുന്നു. പക്ഷേ 2:47 രക്ഷിക്കപ്പെട്ടവരെ അവൻ സംഘത്തോട് ചേർത്തെന്നല്ല സഭയോട് ചേർത്തു എന്നാണ് പറയുന്നത്. സംഘം എന്ന പദവും സഭ എന്ന പദവും താരതമ്യം ചെയ്ത് പഠിക്കണം. സംഘത്തിനകത്ത് ആരാ ഉള്ളതെന്നറിയാമോ? സംഘത്തിനകത്ത് തള്ളി പറഞ്ഞ പത്രോസുണ്ട്. ഇവരെ ആകാശം തീയിറക്കി നശിപ്പിക്കണമെന്ന് പറഞ്ഞ യാക്കോബുണ്ട്, യോഹന്നാനുമുണ്ട്. മനസ്സിലായോ? അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി ദോഷങ്ങളുള്ള, ഒത്തിരി വൈകൃതങ്ങളുള്ള, വികല്പങ്ങളുള്ള, വൈകല്യങ്ങളുള്ള നിരവധി ആളുകളുള്ള ഒരു ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത് സംഘം. പക്ഷേ രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തു. ആ സഭയ്ക്കകത്ത് പത്രോസുണ്ട്, യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്. ഈ 120 പേരും അതിനകത്തുമുണ്ട്. പക്ഷേ എന്താണെന്നറിയാമോ? 1:15 അവരെ വായുമാർഗമെടുത്ത് 2:47 ആക്കിയതല്ല. 1:15 സംഘക്കാരെ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ തീച്ചോളയ്ക്കകത്തുകൂടെ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോഴാണ് അവർ സഭയ്ക്ക് യോഗ്യമായി മാറിയത്. അപ്പോൾ മനസ്സിലാക്കണം, സംഘത്തിനകത്താണ് അടി പിടി കലാശം. സംഘത്തിനകത്താണ് ഇരിക്കാൻ കൊടുത്ത കസേര എടുത്ത് തല്ലാൻ നിൽക്കുന്ന കമ്മിറ്റി അംഗമൊക്കെ സംഘത്തിനകത്താണ്. പൂട്ടുപൊളിക്കാനും ചവിട്ടിപ്പൊളിക്കാനും തല്ലി തുറക്കാനും ഒക്കെ ഒരുമ്പെടുന്നവൻ എത്ര വലിയ പുള്ളിയാണെങ്കിലും അവൻ സഭയിലെ അംഗമല്ല, അവൻ സംഘത്തിന്റെ അംഗമാണെന്ന് ഞാൻ പറഞ്ഞാൽ ആമേൻ പറയാൻ എത്ര പേർക്ക് പറ്റും? അതുകൊണ്ട് സംഘമേത, സഭേതാന്നറിയണം. പോലീസ്, കേസ്, വഴക്ക്, ലോക്കപ്പ്, കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഒക്കെ ആയിട്ട് പോകുന്നത് സംഘക്കാരാ, സഭക്കാരല്ല. സഭയിലുള്ളവൻ ക്ഷമിക്കുന്നു, സഹിക്കുന്നു, വഹിക്കുന്നു, പൊറുക്കുന്നു, താങ്ങുന്നു, കരുതുന്നു. എന്ത് വന്നാലും കർത്താവേ അങ്ങയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്ന മനസ്സാണ്. വിട്ടുകൊടുക്കുന്ന മനസ്സ് കണ്ടോ? അതാണ് സഭയും സംഘവും. ഈ ദിവസങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. എന്തെങ്കിലുമൊക്കെ വൈറലായ വീഡിയോ കണ്ടിട്ട് ദൈവസഭയെ പുച്ഛിക്കരുത്. ദൈവസഭയ്ക്കകത്ത് അതൊന്നുമില്ല. അതെല്ലാം സംഘത്തിന്റെ ഏർപ്പാടുകളാണെന്ന് പഠിച്ചോണം. സഭയ്ക്കകത്ത് ഈ പറയപ്പെട്ട ഒരപഖ്യാതിയുമില്ല. സഭ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണെന്ന് പഠിക്കണം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഏതാണ്ടൊക്കെ താങ്കൾ വൈറലായിട്ടുള്ള വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സഭയിൽ ഇതാണോ? സഭയിൽ അങ്ങനെ ഇല്ല ചേട്ടാ. സുഹൃത്തെ, സഭയിൽ അങ്ങനെ ഇല്ല. അതെല്ലാം സംഘത്തിലാണുള്ളത്. അതാ 1:15 2:47 തമ്മിലുള്ള താരതമ്യം ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ സഭയുടെ സംസ്കാരത്തിൽ നിൽക്കുന്നവനാണ് കർത്താവിന്
പ്രയോജനമാകുന്നവൻ. മനസ്സിലായല്ലോ? നിർത്തുകയാണ്. അടുത്ത ഒരു പരിജ്ഞാനമുണ്ട്, രക്ഷയുടെ പരിജ്ഞാനം. അതെവിടെ വാക്യം? ലൂക്കോസ് 1:77 വാക്യമാണ്. ലൂക്കോസ് 1:77 മറക്കരുത്. രക്ഷയുടെ പരിജ്ഞാനം. രക്ഷയുടെ പരിജ്ഞാനം പ്രാപിക്കാത്തവൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി രക്ഷയുടെ മാർഗം തേടി പല വഴി പോകും. ആ വഴി അവനെ നാശത്തിൽ കൊണ്ടെത്തിക്കും. അത് വരരുത്. രക്ഷയുടെ പരിജ്ഞാനത്തെ നമ്മൾ പ്രാപിക്കാൻ കഴിയണം. ഈ പരിജ്ഞാനങ്ങൾ ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി നിരവധി അനവധി പരിജ്ഞാനങ്ങളുണ്ട്, പറയാൻ നേരമില്ല. എനിക്ക് രണ്ടാമത്തെ ഭാഗം കൂടെ പൂരിപ്പിക്കണമല്ലോ. രണ്ടാമത്തെ എന്തുവാണെന്നറിയാമോ? നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. പിന്നെ വിശ്വസിച്ച് ആരില്ല വിശ്വസിക്കേണ്ടത്? എന്തുവാണ് വിശ്വസിക്കേണ്ടത്? ആരിൽ വിശ്വസിക്കണം? മുമ്പേ ഞാൻ പറഞ്ഞ ക്രിസ്തുവിൽ മാത്രം. കർത്താവിന്റെ ദാസൻ മുമ്പേ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. ആ നാമത്തിലാണ് വിശ്വസിക്കേണ്ടത്. ആ നാമം ആരുടെ നാമമാണെന്നറിയാമോ? ക്രിസ്തുയേശുവിൻ്റെ നാമമാണ്. ക്രിസ്തുവിലാണ് വിശ്വസിക്കേണ്ടത്. ഇനി കേട്ടു, അക്കമിട്ട് പറയാം വേഗം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കപ്പെടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നാശത്തിലേക്ക് പോകാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാനുള്ള കാരണം എന്താ? ന്യായമായി പറയാം, അക്കമിട്ട് കേട്ടോണം. വേദപുസ്തക ബോധമുള്ള ക്രൈസ്തവൻ അതിനെ ഉപേക്ഷയായി വിചാരിക്കരുത്. ശ്രദ്ധിച്ചു കേട്ടോണം. 1, 2, 3, 4 എന്ന് പറയാം. അതുകൊണ്ട് ഒത്തിരി വാക്യങ്ങൾ ഉണ്ട്, അതുകൊണ്ട് വായിപ്പിക്കാതെ ഞാൻ തന്നെ പറഞ്ഞു പോകുന്നത് സമയം ലാഭിക്കാൻ. ശ്രദ്ധിച്ചു. 1, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനം. കണ്ടോ? ഒരു സ്വോത്രം പോലും പറഞ്ഞില്ല. പെന്തക്കോസ്തുകാരെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ എന്നെ പാടാന്നറിയാവോ? പാപമോചനമൊക്കെ ഞങ്ങൾക്കുള്ളതല്ല പാസേ, അതങ്ങ് വെളിയിലോട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നതെന്ന്. യേശുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നേടിയവരൊരു സ്തോത്രം പറഞ്ഞേ പറ്റുള്ളൂ. യേശുവിൽ വിശ്വസിക്കുന്നവൻ ജീവരക്ഷ പ്രാപിക്കും. ആരിൽ വിശ്വസിക്കണം? ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കണം. ക്രിസ്തുവിൽ വിശ്വസിച്ചാലുള്ള പുണ്യമെന്താ? ക്രിസ്തുവിൽ വിശ്വസിച്ചാലുള്ള നേട്ടമെന്താ? ഒന്നാമത്തെ നേട്ടമാണ് അപ്പോസ്തലപ്രവൃത്തി 10:43. അപ്പോസ്തലപ്രവൃത്തി 10:43 പറയുന്നു, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? പാപമോചനമുണ്ട്. 2, യേശുവിൽ വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട്. വാക്യം എവിടെയാ? റോമർ 10:9. അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കും, വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ എന്തോ ചെയ്യുമെന്ന രക്ഷിക്കപ്പെടും. കണ്ടോ? രണ്ടാമത്തേതായില്ലേ? മൂന്നാമത്തേത്, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്തുവാ തെളിവ്? എവിടെയാ തെളിവ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാമത് വാക്യം, 3-ാം അധ്യായം 36-ാം വാക്യം. 3:15 പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. 3:36 അല്പം കൂടെ വ്യക്തമാക്കി പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ പ്രാപിച്ചവർക്ക് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. നിത്യജീവൻ അവകാശികളായവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതിരിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. 3 കാര്യമായി. 4-ാമത്തെ കാര്യം കേട്ടോണം, യേശുവിൽ വിശ്വസിക്കുന്നവന് പുത്രത്വമുണ്ട്. ഗലാത്യലേഖനം 3:26 വാക്യം. യേശുവിൽ വിശ്വസിക്കുന്നവന് പുത്രത്വം. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ആരായി തീർന്നു? ദൈവത്തിന്റെ മക്കളായി തീർന്നു, ദൈവത്തിന്റെ പുത്രനായി തീർന്നു എന്ന വാക്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഗലാത്യർ 3:26 വാക്യം. അടുത്തത്, യേശുവിൽ വിശ്വസിക്കുന്നവന് നീതീകരണമുണ്ട്. റോമാലേഖനം 5:1 വാക്യമാണ്. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നമുക്ക് നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് നമുക്ക് എന്തോ ഉണ്ട്? സമാധാനമുണ്ട്. കണ്ടോ? അപ്പൊ നീതീകരണം യേശുവിന്റെ വിശ്വാസത്താലാണ് എന്ന് നാം അറിയണം. അടുത്തത്, യേശുവിൽ വിശ്വസിക്കുന്നവന് ദൈവപ്രസാദമുണ്ട്. എവിടെയാ വാക്യം? യോഹന്നാൻ 6-ാം അധ്യായം 28-29 വാക്യം. 28 പരീശന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ദൈവം ഞങ്ങളെ പ്രസാദിക്കാൻ എന്ത് ചെയ്യണം? യേശുവിന്റെ ഉത്തമവും ഉദാത്തവുമായ മറുപടി 6:29 പറയുന്നു, ദൈവം അയച്ച ഒരുവനുണ്ട്, അവനിൽ നിങ്ങൾ എന്തോ ചെയ്യണം? വിശ്വസിക്കണം. അപ്പോൾ ദൈവപ്രസാദമുണ്ടാവും. സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ യേശുവിന്റെ വിശ്വാസത്താൽ നേടേണ്ട സൗഭാഗ്യങ്ങൾ നേടിക്കഴിഞ്ഞ ഒരു വ്യക്തി നിത്യനാശത്തിലേക്ക് പോകത്തില്ല. അവൻ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകും. ഇതറിയിക്കാനാണ്, ഈ കൺവിക്ഷൻ നിങ്ങളിൽ ഉണ്ടാകാനാണ് ഇന്ന് രാത്രി അനീഷ് പാസ്റ്ററും കൂട്ടവും കൂടെ ഈ പിറവം ടൗണിന്റെ ഓരത്ത് സജ്ജമാക്കിയ യോഗം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, മഹത്തായ ഒരു കാര്യം കൂടെ പറയാം. യേശുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കപ്പെടുന്ന മഹത്തായ ഒരു കാര്യം കൂടിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11:25 വാക്യം. യോഹന്നാൻ 11:25 പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും, ബാക്കി പറ,
ജീവിക്കും. അപ്പം മരണാനന്തര ജീവിതമുണ്ടാകണോ? യേശുവിൽ വിശ്വസിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. മരിച്ചതിന് ശേഷം വേണ്ടപ്പെട്ടവരെല്ലാം കൂടി ഏതാണ്ട് കൂദാശ നടത്തിയിട്ട് നമ്മളെ അങ്ങ് സുവർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ആ വ്യാമോഹം മിഥ്യയാണ്. വേദപുസ്തകത്തിൽ ഒരു കുഞ്ഞു വാക്യം കൊണ്ടുപോലും അതിന് തെളിവ് കൊടുക്കാൻ പറ്റില്ല. മരിച്ചവരോടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വേദപുസ്തകത്തിന് വെളിയിലുള്ള പഠിപ്പിക്കലാണ്, ജാതീയമായ ആചാരമാണ്. മത നേതാക്കന്മാർക്ക് വഞ്ചികയിലേക്ക് പണം വീഴേണ്ടതിന് ഒപ്പിച്ചു വെച്ച കർമ്മ പരിപാടി മാത്രമാണ്. വേദപുസ്തകം പറയുന്നു, ജീവനോടിരിക്കുമ്പോൾ യേശുവിൽ വിശ്വസിച്ചാൽ മരിച്ചു പോകത്തില്ല, മരിച്ചാലും നീ ജീവിച്ചു വരിക തന്നെ ചെയ്യും. ആദാമ്യ പാപത്തിന്റെ മരണം അനുഭവിക്കണം, പക്ഷേ ആ ഒന്നാം മരണമേ ഉള്ളൂ. രണ്ടാം മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. ആ വിശ്വാസത്തിലേക്ക് വന്ന് ജീവന്റെ രക്ഷ പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യേശുവിന്റെ വിശ്വാസത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വാസത്തിന് അനുഗ്രഹീതമായി 3 തലങ്ങളുണ്ട്, അറിയാമോ? ഒന്ന്, വിശ്വാസത്തിൻ്റെ പൂർവ്വകാലം, വിശ്വാസം വരും മുൻപേ, ഗലാത്യലേഖനം 3:23. 2, വിശ്വാസം വന്ന ശേഷം, ഗലാത്യലേഖനം 3:25. 3:23, 3:25 ഇടയിൽ നമ്മളെ നിർത്തിയിട്ട് വിശ്വാസം എന്നിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ എങ്ങനെയായിരുന്നു, വിശ്വാസം എന്നിലേക്ക് വന്ന ശേഷം എനിക്ക് വല്ല മാറ്റമുണ്ടോ അന്വേഷിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ അന്വേഷിച്ചിട്ട് വിശ്വാസം വന്ന ശേഷവും ഞാൻ പഴയപടിയാണെങ്കിൽ തിരുത്തപ്പെടാൻ ഈ കൺവെൻഷൻ താങ്കൾക്ക് ഉപകാരമാകണം. വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അധമമായ മാർഗത്തിലൂടെയായിരുന്നു, ഞാൻ അനാത്മികമായ തലങ്ങളിലൂടെയായിരുന്നു. വിശ്വാസം വന്ന ശേഷവും എനിക്ക് അങ്ങനെ തന്നെ പോകേണ്ടി വരുന്നുണ്ടോ? എനിക്ക് അധമമായ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് തിരുത്തപ്പെടാൻ കഴിയണം. 2026 കലണ്ടർ ആണിയിൽ തൂങ്ങാൻ നേരമാകുന്നതേ ഉള്ളൂ. അതിനു മുൻപ് ശുദ്ധീകരിക്കപ്പെടുവാൻ ചില ദിവസങ്ങളുടെ ദൈവം ബാക്കി വെക്കുകയാണ്. ഈ കൺവെൻഷൻ്റെ ചിന്തകൾ നമുക്ക് തരുമ്പോൾ വിശ്വാസത്തിൻ്റെ സംശുദ്ധമായ തനിമയോടെ നിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്ന്, വിശ്വാസം വരും മുമ്പേ, ഗലാത്യർ 3:23. 2, വിശ്വാസം വന്ന ശേഷം, ഗലാത്യ ലേഖനം 3:25. മൂന്നാമതൊരു തലമുണ്ട്, അതേതാണെന്നറിയാമോ? എബ്രായ ലേഖനം 12:2, വിശ്വാസത്തിന്റെ പൂർത്തീകരണ കാലം. ആ പൂർത്തീകരണത്തിലാണ് നമ്മൾ അവിടെ എത്തുന്നത്. ഇമ്പങ്ങളുടെ തീരമെത്തുന്നത് വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലെത്തുമ്പോഴാണ്. പക്ഷെ ആ പൂർത്തീകരണത്തിലെത്താതെ താങ്കളെ ഇപ്പുറത്ത് വെച്ച് വക വരുത്തേണ്ടതിനു വേണ്ടി പരിശ്രമിക്കുന്ന പ്രതിയോഗിയായ പിശാചിനോട് മല്ലുപിടിക്കുവാൻ, എതിർത്തു നിൽക്കുവാനുള്ള ആത്മശക്തിയെ പ്രാപിച്ചെടുത്തോണം. ഹല്ലേലൂയ. യൂദായുടെ ലേഖനം 6-ാമത് വാക്യം അവസാന വാക്യമായി തന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. യൂദായുടെ ലേഖനം 6-ാമത് വാക്യം ഇങ്ങനെ പറയുന്നു, 5-6 വാക്യങ്ങൾ. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ടും വിശ്വസിക്കായികയാൽ പിന്നത്തേതിൽ ദൈവം അവരെ നശിപ്പിച്ചു. കണ്ടോ? അപ്പോൾ വിശ്വസിച്ചിട്ടും നാശത്തിലേക്ക് പോകാം. വിശ്വാസത്തിന്റെ സംസ്കാരം അനുസരിച്ച് നിൽക്കുന്നില്ലെങ്കിൽ, പെന്തക്കോസ്തിന്റെ തനത് ശൈലി, പെന്തക്കോസ്തുകാർ എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക കൂട്ടത്തെയോ ഗ്രൂപ്പിനെയോ അല്ല, ഒരനുഭവമകത്തുള്ളവരെയാണ് അങ്ങനെ വിളിക്കുക. ആ സംസ്കാര തനിമ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ടും വിശ്വാസത്തിന് യോഗ്യമല്ലാത്ത നടപടികളിലൂടെ മുൻപോട്ട് പോയാൽ, യൂദായുടെ ലേഖനം 5-6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന മിസ്രൈമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടും മരുഭൂമിയിൽ വെച്ച് ദൈവം അവരെ തകർത്ത് കളഞ്ഞതുപോലെ, നശിപ്പിച്ചതുപോലെ നാം നാശത്തിന് വിധേയമാകാതിരിക്കണമെങ്കിൽ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കണമെങ്കിൽ, ക്രിസ്തുവും നാമും തമ്മിലുള്ളതായിരിക്കുന്ന ആന്തരിക ലയന ബന്ധത്തിലേക്ക് വന്നേ പറ്റൂ. നോട്ട് വിത്ത് ക്രൈസ്റ്റ് ബട്ട് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കൂടെയല്ല നമ്മൾ, ക്രിസ്തുവിൽ ആകണം. എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ട്? പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ഏറ്റവും മഹത്തായ യോഗ്യത 1 യോഹന്നാന്റെ ലേഖനം 2:28 പറയുന്നു, കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവനോട് കൂടെ വസിക്കാനല്ല, അവനിൽ, ഡൽ ഇൻ ഹിം എന്നാണ് പറയുക. നോട്ട് വിത്ത് ഹിം ബട്ട് ഇൻ ഹിം. അതാണ് ഉദാത്തമായ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ക്രിസ്തീയത അതാണ്. ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നതല്ല ക്രിസ്ത്യാനിത്വം, ക്രിസ്തുവിൽ ആയിരിക്കുന്നതാണ്. മത്സ്യം വെള്ളത്തിൽ ആയിരിക്കുന്നത് പോലെ, ഒരു സസ്യത്തിന്റെ വേര് മണ്ണിൽ ആയിരിക്കുന്നത് പോലെ, ഗർഭസ്ഥ ശിശു അമ്മയുടെ ഉദരത്തിലെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസി ക്രിസ്തുവിൽ ആയിരിക്കുന്നത്. ആ ബന്ധത്തിന് വ്യതിചലനമുണ്ടായാൽ നാശത്തിലേക്ക് നിപതിച്ചു പോകാനിടയാകും. അതുകൊണ്ട് കുറിവാക്യം ഒന്നുകൂടെ ആവർത്തിച്ച് നിർത്താം, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. ഇന്ന് രാത്രി കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം. കൊയർ മുൻപോട്ട് വരും, ഒരു ഗാന
സമാധാനത്തിൻ്റെ വരികൾ നമുക്ക് വേണ്ടി അവർ പാടും. പ്രത്യാശയുടെ വരികൾ ചേർന്ന് പാടുമ്പോൾ ആത്മസന്തോഷത്താൽ നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ അനുഗ്രഹീതമായ തലം ദൈവം നമുക്ക് നൽകിയല്ലോ. നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലാകാതെ നമ്മെ കർത്താവ് സംരക്ഷിക്കുന്നു. വിശ്വാസത്തിൻ്റെ തനിമ, വിശ്വാസത്തിൻ്റെ സംസ്കാരം, വിശ്വാസത്തിൻ്റെ ഉജ്ജ്വലമായ സാക്ഷ്യം നിലനിർത്തി മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമല്ലോ. കേട്ട വചനത്തിന് മുൻപാകെ, ഈ പ്രഥമ രാത്രിയിൽ കേൾപ്പിച്ച ദൈവാലോചനയുടെ മുൻപാകെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ കൃപയിലേക്ക് നമ്മെ സമർപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. കേട്ട വചനം നിങ്ങളുടെ ഉള്ളിൽ ആരോഗ്യമായി തീർന്നെങ്കിൽ അല്പസമയം ഒരുമിച്ച് കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിനെ കേട്ടത് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ, യേശു മാത്രമാണ് ഏക രക്ഷകൻ, ഏക കർത്താവ്, ഏക ദൈവം, ഏക നാഥൻ, ഏക യോഗ്യൻ, ഏക മധ്യസ്ഥൻ എന്ന് ബോധ്യമായവർ ആ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ.